الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العليم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم: لو لم يبق من الدنيا إلا يوم لطول الله ذلك اليوم حتى يبعث رجلا من أهل بيتي يواتئ اسمه اسمي واسم أبيه اسم أبي يملأ الأرض قسطا وعدلا كما ملئت ظلما وجورا. أتيتك والأذراء تدمي لبانها وقد شغلت أم الصبي عن الطفل وألقى بكفيه فتى الاستكانة من الجوع هونا ما يمر ولا يحيل ولا شيء مما يأكل الناس عندنا سوى الهوى للآن والعيه ذي فصيل وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسول. حقنا ختم المرسلين को कहा कुरान में حقنا ختم المرسلين को कहा कुरान में रहमतुल आलमीन आया है उनकी शान में. है सभी के वास्ते शाहे मदीना के करम देंगे सबको जामे कौसर हशर का मैदान में. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സമാദരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന കുട്ടിക്കാട്ടൂർ ജാമിഅ യമാനിയുടെ പ്രസിഡന്റും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത ആദരണീയരായ സയ്യിദ് ഹംസ ബാഫഖി തങ്ങൾ അവർകളെ, ഈ മഹത്തായ വേദിയിൽ ഉപവിട്ടരായ ജാമിഅ യമാനിയുടെ ഉത്ഭവത്തിലും അതിന്റെ പ്രയാണത്തിലും സ്തുത്യർഹമായ സേവനം നിർവഹിച്ച് സ്ഥാപനത്തിന്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന ആദരണീയരായ ഉസ്താദ് കുട്ടി ഹസൻ ദാരിമി അവർകളെ, നമ്മുടെ ഈ മഹത്തായ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ഈ സ്ഥാപനത്തിന്റെ മേധാവികളിൽ ഒരാളായ ആദരണീയരായ കെ പി കോയ സാഹിബ്, വേദിയിൽ ഉപവിട്ടരായ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും നിസ്തുല സേവനം ചെയ്യുന്നവരിൽ പ്രധാനിയായ ആദരണീയരായ സാദ അബ്ബാസ് ദാരിമി അവർകളെ, അതേപോലെ സ്ഥാപനത്തിന്റെ സമുന്നതരായ നേതാക്കളെ, ആദരണീയരായ ഉസ്താദുമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനം നുകർന്നെടുക്കുവാനായി വേദിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കാവൽക്കാരായി നാളെയുടെ സമൂഹത്തിൽ നിലകൊള്ളേണ്ട മുത്തഅല്ലിമീങ്ങളായ എന്റെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദി നാളെയുടെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സേവനം നിർവഹിക്കേണ്ട ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഒരു വിജ്ഞാന സമുച്ചയത്തിന്റെ സ്ഥാപന സമുച്ചയങ്ങളുടെ മുറ്റത്ത് ഒരുമിച്ചുകൂടാൻ നമ്മെ അനുഗ്രഹിച്ച പോലെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ വീടായ സ്വർഗത്തിലും നാളെ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നമ്മൾ ഇന്ന് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞ ഏതാനും ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളുമില്ല എന്ന സത്യമാണ്. ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. ലഭ്യമായ സമയം നമുക്ക് വിഷയത്തിന്റെ ചർച്ചക്കായി നമ്മൾ മാറ്റിവെക്കുകയാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും സംസാരിച്ച ഒരു വിഷയം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളുമില്ല എന്നതാണ് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യമോ, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞ ഒരു കാര്യം, മുഹമ്മദുർ റസൂലുള്ളാഹ്, മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അന്ത്യപ്രവാചകനായി ലോകത്ത് കടന്നു വരാനുള്ള ആളാണെന്ന് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ലോകത്തെ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞ മൂന്നാമത്തെ കാര്യം,
സമാനമായ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ സമാനമായ മൂന്നാമത്തെ കാര്യം മസീഹുദ് ദജ്ജാൽ. ലോകത്തിന്റെ അവസാനത്തോട് ചേർന്നൊരു നാശം ഭൂമിയിലേക്ക് കടന്നു വരാനുണ്ട്. ഭൂതലകാകെ നാശം വിതക്കുന്ന ഒരു വൻ നാശം ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മസീഹുദ് ദജ്ജാലാണ്. ദജ്ജാൽ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമെന്ന് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഇപ്രകാരം പറഞ്ഞതായി കാണാൻ കഴിയും. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമഹു ബിദ്ദജ്ജാൽ. ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിനെ കുറിച്ച് തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം അതാണ് എന്റെ പ്രിയമുള്ളവരെ. നാലാമത്തെ കാര്യമോ ശ്രദ്ധിക്കണം. ലോകത്തെ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തെ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ നാലാമത്തെ കാര്യം തഖൂമുസ്സാ. നമ്മൾ ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചം നശിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ മറ്റൊരു കാര്യം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം തന്റെ ഉമ്മത്തിനോട് ഏറെ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലാ ഖിയാമത്ത് നാൾ നടക്കുന്നത്. തന്റെ സമൂഹത്തിലാണ്, ഉമ്മത്തിലാണ് ഖിയാമത്ത് നാൾ നടക്കുന്നത് എന്നതുകൊണ്ട് മറ്റു പ്രവാചകന്മാരെല്ലാം പറഞ്ഞതിനേക്കാളും ഏറെ വ്യക്തമായും സുവ്യക്തമായും തങ്ങളുടെ സമൂഹത്തെ ഈ കാര്യം അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വളരെ വ്യക്തമായി വിശദീകരിച്ചു പറഞ്ഞതായി തന്നെ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ കാര്യമാണെങ്കിലും മുത്തുനബി ഒരു പ്രത്യേകമായി ഊന്നൽ കൊടുത്ത് പറഞ്ഞതായി കാണാൻ കഴിയും. ഞാൻ പറയട്ടെ നിങ്ങളോട്, മാത്രമല്ല ആനുകാലികമായി നമ്മൾ കേൾക്കുന്ന ആധുനിക ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ ഒരു വിഷയവും ഇതുതന്നെയാണ്. പ്രപഞ്ചം നശിക്കാൻ പോകുന്നുവെന്നാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ പരിഹസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കളിയാക്കിയ ആളുകളുണ്ടായിരുന്നു. യൗമ തമൂറുസ് സമാഉ മൗറാ. ആകാശമാടി കളിക്കുന്ന ഒരു ദിനം കടന്നു വരാൻ പോകുന്നുണ്ട്. ഇദശംസു കുവിറത്. സൂര്യൻ അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ട് അതിന്റെ ഗ്രഹണം ബാധിച്ച് സൂര്യൻ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്ന ഒരു കാലം കടന്നു വരാറുണ്ട്. സൂര്യനും ചന്ദ്രനും കൂട്ടിയിടിച്ചൊരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിനം കടന്നു വരാൻ പോകുന്നുണ്ട്. വൈദന്നുജൂമുൻ ഖദറത്. നക്ഷത്രങ്ങൾ മുഴുവൻ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്ന ഒരു രംഗം ഭൂമി ലോകം കാണാനിരിക്കുകയാണ്. ഖാഫിലത്തുർ റാഫിയ. ഭൂമി താഴോട്ടും മേലോട്ടും ആടിക്കളിക്കുന്ന ദിനം കടന്നു വരാൻ പോകുന്നുവെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. നിങ്ങളോട് ഈ മുഹമ്മദ് വാഗ്ദത്തം ചെയ്യുന്നത് ഭൂമി ലോകത്തൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതെത്ര വിദൂരമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നവർ കേൾക്കണമെന്റെ പ്രിയമുള്ള സഹോദര, അവരുടെ അനന്തരക്കാരാണ്, പിൻഗാമികളാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോകുമ്പോൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ അവർ പറഞ്ഞു അതുവരെ ഭൂമി നശിക്കില്ലെന്ന്, അതുവരെ പ്രപഞ്ചത്തിന് നാശമില്ലെന്ന് പറഞ്ഞവർ 18ാം നൂറ്റാണ്ട് വരെ ഭൂമി നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അണ്ഡകടാഹം തകരാതിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ നേരെ കൊഞ്ഞനം കാണിച്ചവർ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് വിഡ്ഢിത്തം പറഞ്ഞ ആളായി ലോകത്തെ പരിചയപ്പെടുത്തിയവർ അവരുടെ അനന്തരക്കാരാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യമായപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, പ്രപഞ്ചം നശിക്കും എന്ന്, നശിക്കാനുള്ള ചില സാധ്യതകൾ ഞങ്ങൾ കാണുന്നുവെന്ന് പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യമായപ്പോൾ അവർ പറഞ്ഞുവല്ല, പ്രപഞ്ചം നശിക്കും. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യമായപ്പോൾ അവർ പറഞ്ഞു, നശിക്കാനുള്ള സാധ്യതകളേറെ ഞങ്ങൾ കാണുന്നുവെന്ന് മാത്രമല്ല, തെളിവും അവർ ഉദ്ധരിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോൾ അവർ പറഞ്ഞു, യൂണിവേഴ്സ് വൺ ഡേ എക്സ്പ്ലോഡ് ഇഫ് ഇറ്റ്സ് എക്സ്പാൻഷൻ കണ്ടിന്യൂഡ്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെ പ്രപഞ്ചത്തിന്റെ തകർച്ചയിലേക്കുള്ള ഏറ്റവും വലിയ സൂചനയാണെന്ന് അവർ ആണയിട്ട് പറയാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദര, നമ്മൾ ആലോചിക്കണം, ആധുനിക ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്നത് അണ്ഡകടാഹത്തിന്റെ നാശത്തെക്കുറിച്ചാണ്, ആകാശത്തിന്റെ തകർച്ചയെക്കുറിച്ച്, ഭൂമി കത്തിച്ചാമ്പലാകുന്ന രംഗത്തെക്കുറിച്ച്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ആധുനിക ലോകം എടുത്തു പറയുന്നു എന്നത് ഈ വിഷയം ഓർമ്മപ്പെടുത്തുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ കണ്ടില്ലേ, കേവലം 5 കൊല്ലങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ മറന്നുപോയോ എന്നെനിക്കറിയില്ല, ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് പ്രഭാതത്തിൽ നമ്മൾ പത്രവാർത്തകൾ കാണുമ്പോൾ നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും ലണ്ടനിൽ ഒത്തുചേർന്ന ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഏകസ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, ഭൂമി ഉത്തലമാകെ എന്നല്ല പ്രപഞ്ചത്തിൽ തന്നെ കാലാവസ്ഥയിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ നാശത്തിലേക്കുള്ള സൂചനയാണെന്ന് ലണ്ടനിൽ ഒത്തുചേർന്ന ശാസ്ത്രജ്ഞന്മാർ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദര, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ലോകം നശിക്കുന്നതിന് തൊട്ട് മുമ്പായി നടക്കാനുള്ള ചില അടയാളങ്ങൾ സ്വഹാബികളെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കാലാവസ്ഥക്ക് വ്യതിയാനം സംഭവിക്കുക എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളും ആധുനിക ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പ്രപഞ്ചം നശിക്കുമെന്നല്ല, നശിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് ലോകത്തിന് തർക്കമില്ല. എന്നാണ് നശിക്കുക എന്ന കാര്യത്തിലെ ലോകത്തിന് സംശയമുള്ളൂ. വിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിന്റെ നാശം എന്ന് സംഭവിക്കുമെന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കേൾക്കുന്ന ഒരു അട്ടഹാസമായിരിക്കും പ്രപഞ്ചത്തിന്റെ നാശമെന്ന് വിശുദ്ധ ഖുർആൻ. മയൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ, ശക്തമായ ഒരട്ടഹാസമാ ലോകം പ്രതീക്ഷിക്കുന്നത്. തൗഹുദുഹും, ആ അട്ടഹാസം അവരെ പിടികൂടുന്നത്. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ അട്ടഹാസം അവരെ പിടികൂടുന്നത്. എന്ത് തർക്കമാണ് എന്റെ സഹോദര? ഭൂമി തർക്കമല്ല, പരസ്പരമുള്ള തർക്കങ്ങളല്ല പിന്നെയോ. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം എന്താ? എന്നാണ് ലോകം നശിക്കുക എന്ന വിഷയത്തിലെ തർക്കം നടക്കുമ്പോഴാവും ആ കാലഘട്ടത്തിൽ ലോകം നശിക്കുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുകയില്ല. എന്നാണ് നശിക്കുക എന്ന കാര്യത്തിലായിരിക്കും തർക്കമുണ്ടാവുക. ആ കാലഘട്ടത്തില് ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ നാശമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ലോകമേറെ പരിഭ്രാന്തിയോടെ കാത്തിരിക്കുന്ന ലോകത്തിന്റെ തകർച്ചയിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നാശത്തിലേക്ക് പ്രപഞ്ചം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ തൊട്ടടുത്ത് കേവലം 1 മാസം മുമ്പുള്ള റിപ്പോർട്ട് നിങ്ങൾ വായിച്ചോ? 500 കൊല്ലം പോലും ഭൂമിക്ക് ഞങ്ങൾ ആയുസ് കാണുന്നില്ല. ഭൗതിക ശാസ്ത്രത്തിന്റെ നിഗമനമാണത്. ഹബീബായ നബിയുനാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ എന്തിനീ വിഷയം പറയുന്നുവെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുന്ന സദസ്സാക്കി പെരുമാറാകട്ടെ. ഹബീബായ നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞൊരു വിഷയം ലോകം തന്നെ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഹബീബിന്റെ അധ്യാപനങ്ങൾ ഈ വിഷയകമായി എന്താണെന്ന് നമ്മൾ ഏതാനും ചില വാക്കുകളിൽ പറഞ്ഞൊതുക്കുകയാണ്. എന്നാണ് പ്രപഞ്ചത്തിന്റെ നാശം? ലോകത്ത് നടക്കുന്ന വലിയ ചർച്ചയതാണ് ഖിയാമത്ത് നാളെന്നാണ്. എന്നാണതിന്റെ ഡേറ്റ്? പല ഡേറ്റുകളും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2012 ചില ആളുകൾ പറഞ്ഞു, അത് നടന്നില്ല. അപ്പോഴാ ചിലർ പറഞ്ഞത് 2012 സംഭവിച്ചില്ലെങ്കിൽ 25 എന്തായാലും സംഭവിക്കും. വേറെ ചില ആളുകൾ പറഞ്ഞു 25 2080 വേറെ ചില ആളുകളുടെ അഭിപ്രായം 2100 വേറെ ചില ആളുകൾ പറഞ്ഞത് എങ്ങനെ പോയാലും 2500 മേലെ ഈ പ്രപഞ്ചത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, സൂര്യന്റെ ഊർജം കത്തിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഒരു 150 കൊല്ലവും കൂടെ കഴിയുമ്പോൾ പരമാവധി സൂര്യനിൽ കത്തിജ്വലിക്കാറുള്ള കപ്പാസിറ്റിയും ഊർജവുമുള്ളത് 180 കൊല്ലത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. 180 കൊല്ലവും കൂടെ കഴിഞ്ഞാൽ സൂര്യന്റെ ഊർജം ചേർന്ന് ഈ സൂര്യൻ പ്രപഞ്ചത്തിന്റെ ഒരു ദിക്കിലേക്ക് മാറുന്ന കറുത്തിരണ്ട ഗോളമായി മാറുമെന്ന് ആധുനിക ശാസ്ത്രം നിഗമനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നല്ലപോലെ ആലോചിക്കണം എന്റെ പ്രിയമുള്ള സഹോദര. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയകമായുള്ള അധ്യാപനം എന്താണ്? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ സദസ്സിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബികളോട് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ ആ സദസ്സിനെ ലക്ഷ്യമാക്കി കടന്നു വരുന്നത്. അയാൾ നേരെ ആ സദസ്സിന്റെ പിൻഭാഗത്ത് നിന്നു. അല്ലാഹുവിന്റെ ഹബീബ് അടക്കം ആ സദസ്സ് സമയം നടത്തി നേരയാൾ കടന്നു വരികയാണ്. സദസ്സിനിടയിലൂടെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നോ തന്റെ കാലിന്റെ 2 മുട്ടും റസൂലുള്ളാഹിന്റെ മുട്ടോട് ചേർത്ത് വെച്ചു. എന്റെ കൈകളും റസൂലുള്ളാഹിന്റെ കാലിന്റെ തുടയിൽ വെച്ചുകൊണ്ട് പൊന്നു നബിയുടെ കാലിന്റെ തുടകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇയാൾ ചില ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? അല്ലാഹുവിന്റെ ഹബീബേ, എന്താണ് ഈമാൻ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങൾ 6 എണ്ണിക്കൊടുക്കുകയാണ്. ഉടനേതായി ആഗതനായ ആൾ, സ്വഹാബികൾക്കാർക്കും ഇയാളെ പരിചയമില്ല. ഇയാൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ ചോദ്യം ചോദിക്കുന്നു. പുണ്യനബി ഉത്തരം പറഞ്ഞ പാടെ സദഖത, അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് ശരിവെക്കുകയാണ്. അറിയാത്ത ആളെ പോലെ ചോദിക്കുന്നു. അറിയുന്ന ആളെ പോലെ അദ്ദേഹം പ്രതികരിക്കുകയാണ്. സ്വഹാബികൾ അത്ഭുതപ്പെടുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട്. നിർത്തിയില്ല. രണ്ടാമത്തെ ചോദ്യം, ഹബീബായ നബിയേ, എന്താണ് ഇസ്ലാം? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിക്കൊടുത്തു. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു സദഖത, എന്ന് പറഞ്ഞത് ശരിയാണ്. ഉടനെ ആഗതനായ ആളുടെ ചോദ്യം സ്വഹാബികൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. ലോകം കേൾക്കേണ്ട ചില കാര്യങ്ങളാ. 14 നൂറ്റാണ്ട് മുമ്പ് ആ മതകാരണ്യത്തിൽ വന്ന ചെയ്ത ചർച്ചകൾ ആധുനിക ലോകത്തേറെ പ്രസക്തമാണ് എന്റെ പ്രിയമുള്ള സഹോദര. മൂന്നാമത്തെ ചോദ്യം അതാ ചോദിക്കുകയാണ്. ഹബീബായ നബിയേ, എന്താണ് ഇഹ്സാൻ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദ്യം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു.
കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്ന പോലെ ഒന്ന് റബ്ബിനെ ആരാധിക്കണം. റബ്ബിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞു സദഖതാണ് പറഞ്ഞത് ശരിയാണ്. ഉടനെ ആഗതനായ ആരുടെ അടുത്ത ചോദ്യം നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴാണ് ഖിയാമത്ത് നാൾ ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയോട് പറഞ്ഞ സത്യമാണല്ലോ ഖിയാമത്ത് നാൾ, ഈ പ്രപഞ്ചത്തിന്റെ നാശം. അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് പറഞ്ഞു തരാമോ? ആധുനിക ലോകത്തിന് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഏറ്റവും പുതിയ ചോദ്യമാണെങ്കിൽ ഇത് ഏറ്റവും പഴയ ചോദ്യമാണിത്. അല്ലാഹുവിന്റെ ഹബീബിനോട് ആഗതനായ ആളുടെ ചോദ്യമാണ്, എപ്പോഴാണ് പ്രവാചകരെ ലോകത്തിന്റെ അവസാനം ഖിയാമത്ത് നാളപ്പെടാൻ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരുടെയും അവസാന കാലക്കാരുടെയും വിജ്ഞാനം നൽകപ്പെട്ട ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, പ്രപഞ്ചത്തിന്റെ പല രഹസ്യങ്ങളും അല്ലാഹു അറിയിച്ചു കൊടുത്ത മുന്ന് നബിയുടെ മറുപടി എന്താ? അല്ലാഹുവിന്റെ ഹബീബ് ചോദ്യകർത്താവിനോട് പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, ചോദിച്ച നിങ്ങളെക്കാൾ ചോദിക്കപ്പെട്ട എനിക്ക് ഈ വിഷയത്തിലേറെ വിജ്ഞാനമൊന്നുമില്ല. ഉടനെ ആഗതനായ ആരുടെ ചോദ്യം, നബിയേ എന്നാണതിന്റെ ഡേറ്റ് കൃത്യമായി പറയാനെങ്കിൽ കഴിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് വമാ അമാറാതുഹാ, ലോകത്തിന് നടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞു തരാമോ? നല്ലപോലെ ശ്രദ്ധിക്കണമെന്റെ സഹോദര. ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ മനസ്സൊന്ന് കൊണ്ടുപോവുകയാണ്. ഒരേ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം ലോകത്തിന്റെ നാശത്തിലേക്കുള്ള സൂചനയാണെന്ന് ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകാൻ അതിനാ നമ്മൾ ഏതാനും സമയം ഈ ചർച്ച പ്രയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതറാത്ത ഈമാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നാണ് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് കൃത്യമായി പറയാനെന്നേക്ക് കഴിയില്ലേ? അത് നടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന അടയാളങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ആഗതനായ ആളാരായിരുന്നു വന്നറിയാമോ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് സ്വഹാബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്വഹാബ, ആരാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ജിബ്രീലാണ്. അതാകും യഅല്ലിമുകും ദീനകും, നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. അല്ലാഹു പറഞ്ഞയച്ചതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമെ ചോദ്യം ഉന്നയിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ മറുപടി എന്താ? ഖിയാമത്ത് നാൾ നടക്കാൻ പോകുന്നതിന് മുമ്പ് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എണ്ണിക്കൊടുക്കുന്ന അടയാളങ്ങൾ ഒന്നാമതായി റസൂലുള്ള പറഞ്ഞതെന്താ? അൻതലിദൽ അമതു റബ്ബതഹാ വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലതൽ യശാഇ യതദാവലൂന ഫിൽ ബുന്യാൻ. അൻതലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിക്കൊടുത്ത ഒന്നാമത്തെ അടയാളം പ്രപഞ്ചത്തിന്റെ നാശത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരടയാളം അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുകയോ? അലിമിങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലെ ഒരു വ്യാഖ്യാനം, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എന്താ? അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ, യജമാനൻ എന്ന് പറഞ്ഞാൽ യജമാനന്റെ കീഴിലുള്ള ആളായിരിക്കുമല്ലോ അടിമ സ്ത്രീ. അപ്പൊ അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ
തന്നെ ഭരിക്കുന്ന ആളുകൾക്ക് തങ്ങൾ ജന്മം നൽകുന്ന കാലമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മക്കളുടെ കാലഘട്ടം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് എണ്ണിക്കൊടുത്ത അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം പറഞ്ഞത് മാതാപിതാക്കളെ മക്കളടിച്ചമർത്തുന്ന കാലഘട്ടം അവരുടെ ചില കാലമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ അടയാളം ജിബ്രീൽ അലൈഹിസ്സലാമിന് എണ്ണിക്കൊടുത്തതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ കാര്യം എത്രമാത്രം നടക്കുന്നുവെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇത് കേൾക്കുന്ന ഈ സദസ്സിൽ തന്നെ ജീവിതത്തിൽ വീട്ടിന്റെ അകത്തലങ്ങളിൽ പൊട്ടിക്കരഞ്ഞു കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ ഉണ്ടാവാനിടയുണ്ട്. മാതാപിതാക്കൾ മക്കളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന കാലം, മക്കളെ അനുസരിച്ച് മാതാപിതാക്കൾ കഴിയേണ്ട കാലം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് ഖിയാമത്തിനോട് ചേർന്ന കാലമാണ്. ഖിയാമത്ത് നടക്കുന്ന കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? പണ്ടൊക്കെ മാതാപിതാക്കൾ പറയുന്നത് മക്കളനുസരിക്കുന്ന കാലമായിരുന്നു. ഇന്ന് ആ കാലം പോയി. മാതാപിതാക്കൾ പറയുന്നിടത്ത് മക്കൾ നിൽക്കുന്നതിന് പകരം അക്ബറുടെ പ്രധാനാധികാരം അതേത് വിഷയത്തിലായാലും ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞങ്ങൾ സ്കൂൾ നടത്തുന്നവരാണ്. സ്കൂളിന് വേണ്ടി ചില കുട്ടികളെയൊക്കെ സ്കൂളിലും അതേപോലെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ചില സ്ഥാപനങ്ങളിലും അറബിക് കോളേജ് നടത്തിയിരുന്ന കാലം പെൺകുട്ടികളെ അറബിക് കോളേജിൽ ചേർക്കാൻ വേണ്ടി രക്ഷിതാക്കളെ പ്രേരിപ്പിക്കാൻ പോയി. SLC കഴിഞ്ഞ മക്കളെ അവരെ പഠിപ്പിക്കേണ്ട മാർഗദർശനത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാനായി, പഠിപ്പിക്കേണ്ട മേഖലയെക്കുറിച്ച് പറയാനായി രക്ഷിതാക്കളെ സമീപിച്ചു. അപ്പോഴാണ് ചില രക്ഷിതാക്കൾ പറഞ്ഞത്, ഉസ്താദേ ഞങ്ങൾ പറഞ്ഞത് മക്കൾ കേൾക്കൂല, മക്കളോട് നിങ്ങൾ തന്നെ പറഞ്ഞാളേ. മക്കളുടെ തീരുമാനം ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ പറയുന്നിടത്ത് മക്കൾ നിൽക്കേണ്ടതിന് പകരം മക്കൾ പറയുന്നിടത്ത് മാതാപിതാക്കൾ നിൽക്കേണ്ട കാലം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഏറ്റവും ചെറിയ രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. പുണ്യനബി പറയാ, അത് ഖിയാമത്ത് നാളിനോട് ചേർന്ന കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. ഖിയാമത്ത് നാളിനോട് ചേർന്ന കാലഘട്ടത്തിന്റെ സ്വഭാവം. മാതാപിതാക്കളെ മക്കൾ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന കാലം. എനിക്കൊരനുഭവമുണ്ട് ജീവിതത്തിൽ ഒരനുഭവമുണ്ട്. ഒരു മാതാവ് പറഞ്ഞ വേദനയുടെ ചരിത്രമാണത്. പിതാവ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ്. പിതാവ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പാവം ഈ മാതാവാണ് കുട്ടിയെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ജോലി ചെയ്ത് കുട്ടിയെ വളർത്തിയത്. വളർത്തി അവനെ ഗൾഫവനെ അവനൊരു പക്വതയെത്തി. അവനെ വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് വിടണമെന്ന് മാതാവ് തീരുമാനിച്ചു. പലരോടും പണമൊക്കെ കടം വാങ്ങി വിസയൊപ്പിച്ചു മകനെ ജോലിക്ക് പറഞ്ഞയച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നു. നല്ലൊരു വിവാഹവും കഴിപ്പിച്ചു. അവൻ തിരിച്ചുപോയി. പിന്നീട് അടുത്ത വരവ് വരുന്ന സമയം ഭാര്യയും കൂട്ടി അവൻ ഗൾഫിലേക്ക് പോയി. 5-6 വർഷമായവൻ നാട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നെ മാതാവിനെ കാണാൻ അവൻ വന്നില്ല. ഒരു സുപ്രഭാതത്തിലെ മകൻ നാട്ടിലേക്ക് ഉമ്മയെ വിവരമറിയിക്കുന്നത്, ഉമ്മയെ ഞാൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉമ്മയെ ഞാൻ എന്റെ അടുത്തേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉമ്മയെ ഒരു ഹജ്ജ് ചെയ്യിപ്പിക്കാനും എനിക്ക് മോഹമുണ്ട്, എന്റെ അടുത്ത് വന്ന് 5-8 മാസം താമസിച്ച് നമുക്ക് കൂടെ ഹജ്ജിന് പോകാം. മാതാവിന്റെ സന്തോഷം പറയണോ? ഏക മകനാണ് ഈ ഉമ്മ. 5 വർഷത്തോളമായി മകനെ കണ്ടിട്ട് മകന്റെ അടുക്കലേക്ക് പോകാൻ ഉമ്മയുടെ താല്പര്യം, വല്ലാത്ത താല്പര്യം. ഉമ്മ തയ്യാറെടുത്തു. വിസ വന്നു, കയറിപ്പോയി. 10 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴല്ലേ കഥയറിഞ്ഞത്. മാതാവേ,
ഗൾഫിലേക്ക് ഇവൻ കൂട്ടുന്ന സമയം അവന്റെ ഭാര്യ 3 മാസം ഗർഭിണിയാണ്. 3 മാസം ഗർഭിണിയാണ്. ഉമ്മയവൻ വിളിച്ചു കൊണ്ടുപോയതെന്തിനാ? തിരിച്ചു വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പ്രിയപ്പെട്ട മാതാവിനെ അവൻ കൊണ്ടുപോയത് സ്വന്തം ഭാര്യയുടെ പേറ്റിച്ചു പണിയെടുക്കാൻ മാതാവിനെ കൊണ്ടുപോയത്. 3 മാസം മുതൽ തന്റെ ഭാര്യയുടെ അടുത്ത് ഒരു ഹോം നേഴ്സിനെ നിർത്തുകയാണെങ്കിൽ മാസത്തിൽ 1500 റിയാൽ വെച്ച് കൊടുത്താൽ തന്നെ 5-6 മാസം നിർത്താൻ, പ്രസവാനന്തരം 3 മാസം 9 മാസം നിർത്താൻ വളരെ വലിയ സംഖ്യ അവന് ചെലവഴിക്കേണ്ടി വരും. 1-1.5 ലക്ഷത്തോളം ഉറുപ്പികവന് ചെലവഴിക്കണം. ഇവനെ കണക്കുകൂട്ടി ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് ഉമ്മയെ കൊണ്ടുവന്നാൽ 50,000 കൊണ്ട് കഴിയും. തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ടുവന്നത് തന്റെ ഭാര്യയുടെ പേറ്റിച്ചു പണിയെടുക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ തകർച്ചയോട് ചേർന്നുള്ള അടയാളങ്ങളെന്ന് ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ആഗതനായ ആൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുത്ത ഒന്നാമത്തെ അടയാളം, മാതാപിതാക്കളെ മക്കൾ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന കാലം നിങ്ങൾ കണ്ടാൽ ഹബീബായ നബി പറയുകയാ അത് ഖിയാമത്തിനോട് ചേരുന്ന കാലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവല്ലോ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്. ഒരുപക്ഷെ അടുത്ത തലമുറയോട് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഈ സദസ്സിൽ തന്നെ പ്രായമുള്ള എത്രയോ ഉപ്പമാരുണ്ടാകും. അവരോടവർ വിവാഹം കഴിച്ചതിനെ കുറിച്ച് ചോദിച്ചു നോക്ക് നിങ്ങൾ. അവർ വിവാഹം കഴിച്ചതിനെ കുറിച്ച് അവർ ചോദിച്ചാൽ അവർ പറയും, വിവാഹത്തിന് മുമ്പ് ഭാര്യമാരെ ഞങ്ങളെ കണ്ടിട്ട് പോലുമില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ സുന്നത്താൻ. എന്തുകൊണ്ട്? സ്നേഹമൂട്ടി ഉറപ്പിക്കപ്പെടാൻ അത് കാരണമായി ഭവിക്കും. അത് സുന്നത്താൻ. എന്നാൽ ആ സുന്നത്ത് പോലും കഴിഞ്ഞ തലമുറയിൽ പലരും നിർവഹിച്ചില്ല. എന്റെ കാരണം ഇന്നാലിന്റെ പെണ്ണിനെ എന്റെ മകന് കല്യാണം കഴിച്ചോളൂ എന്ന് വാപ്പ പറഞ്ഞപ്പോൾ അക്ഷരം പ്രതി അനുസരിച്ചതാണ്, പിന്നെ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഇന്നത്തെ കാലാണെങ്കിലോ വാപ്പ പറയാ മോനോട്, മോനെ നിനക്ക് ഞാൻ ഇന്നാലിന്റെ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, മോനാ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മക്കൾ തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞേക്കാം. വാപ്പ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, ഉമ്മയോട് വേണമെങ്കിൽ ഞാൻ സമ്മതം വാങ്ങിത്തരാം എന്ന് പറഞ്ഞേക്കാമെന്നില്ല. നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും മാതാവും പിതാവും ഗത്യന്തരമില്ലാതെ അഭിമാന പ്രശ്നങ്ങൾ ഓർത്തുകൊണ്ട് മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങുന്ന രംഗം നമ്മൾ കേൾക്കുന്നില്ലേ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കൾ മക്കളെ അനുസരിക്കേണ്ട കാലം ഖിയാമത്തിനോട് ചേർന്ന കാലമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങളെല്ലാം വിശദീകരിച്ച് പറയുകയില്ല ഞാൻ ചെയ്യുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒട്ടുമുക്കാൽ അടയാളങ്ങളും നടന്നു കഴിഞ്ഞെന്ന് തോന്നും. നമ്മളിപ്പി പറഞ്ഞത് വസ്തുനിഷ്ഠാപരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നതാണ്. രണ്ടല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഅൻതറൽ ഹുഫാത്തൽ വറാത്തൽ റിയാശൈ യതതാവലൂന ഫിൽ ബുനിയാൻ വഅൻതറൽ ഹുഫാത്ത അൽ ഉറാത്ത അൽ ആലത റിയാശൈ. എണ്ണി പറയുകയാണ് പുണ്യനബി, അൻതറൽ ഹുഫാത്ത കാലിൽ ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത ആളുകൾ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളുടെ മനസ്സൊന്നതിലൂടെ കൊണ്ടുപോവുകയാണ്. വേറെ ചില കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ വിഷയത്തിലൂടെ കടന്നു പോകുന്നത്. അൻതറൽ ഹുഫാത്ത
മറുതുണിയുള്ള ആളുകൾ, ആടിനെ മേടിച്ചു ജീവിച്ചിരുന്ന ആളുകൾ, അവർ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. നല്ലപോലെ സ്വലാത്തു ചൊല്ലണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? പച്ചപ്പാവങ്ങളായ ആളുകൾ പെട്ടെന്ന് മുതലാളിമാരാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു 10 കൊല്ലം മുമ്പ് പച്ച പാവപ്പെട്ടവനായിരുന്നാൽ ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി. ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. പുണ്യനബി പറയാൻ ആളുകൾ പെട്ടെന്ന് പണക്കാരാകുന്നത്. ഒരു കൊല്ലം മുമ്പ് ഗൾഫിലേക്ക് പോകാൻ പലരോടും പണം കടം വാങ്ങിപ്പോയ ആളാണ്. 2 കൊല്ലം കഴിഞ്ഞവൻ തിരിച്ചു വരുമ്പോൾ ആ നാട്ടിലെ ലക്ഷപ്രഭുയാളാണ്. അൻതലിതല്ലമതു റബ്ബതഹ വഅൻതറൽ ഹുഫാത വറാതൽആലത റിയാശായി യതതാവന ഫിൽ ബുനിയാൻ. പെട്ടെന്ന് മുതലാളിമാരാകുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാൾ അടുത്തു എന്നതിന്റെ സൂചനയാണ്. സൂചന എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബ് അടയാളങ്ങൾ 2 രീതിയാണ് റസൂലുള്ള എണ്ണിയത്. ഒന്ന് ചെറിയ അടയാളങ്ങൾ, മറ്റൊന്ന് വലിയ അടയാളങ്ങൾ. ചെറിയ അടയാളങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചെറിയ അടയാളങ്ങൾ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുമോ എന്ന് തോന്നിപ്പോവുകയാണ്. ചില മഹാന്മാർ എണ്ണിയത് 700ഓളം ചെറിയ അടയാളങ്ങളാണ്. 70 ചെറിയ അടയാളങ്ങൾ എണ്ണിയ ആലിമീങ്ങളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് 700ഓളം ചെറിയ അടയാളങ്ങൾ നമ്മൾ തൽക്കാലം പറഞ്ഞാൽ തീരാവതല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതല്ല നമ്മുടെ വിഷയവും. ഞാൻ നിങ്ങളുടെ മനസ്സ് വേറെ ചില വിഷയത്തിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞു വരികയാണെന്ന് മാത്രം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ 2 രീതിയിലാണ് അടയാളങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന് ചെറിയ അടയാളങ്ങൾ, മറ്റൊന്ന് വലിയ അടയാളങ്ങൾ. ചെറിയ അടയാളങ്ങൾ ഈ രീതിയിൽ ഒരുപാട് റസൂലുള്ളാഹി എണ്ണിയിട്ടുണ്ട്. യഖില്ലുൽ ഇൽമു, പുണ്യനബി പറഞ്ഞല്ലോ, യഖില്ലുൽ ഇൽമു, ഇൽമു കുറഞ്ഞു പോകും. അൽ ഇൽമു, ഇൽമു കുറഞ്ഞു പോകും. വയക്സുറുൽ ജഹലു, അറിവില്ലായ്മ വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൽമു കുറഞ്ഞു പോകും. എന്താണ് ഇൽമു കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങൾക്ക് കുറവ് സംഭവിക്കും. വയക്സുറുൽ ജഹലു, അറിവില്ലായ്മ വർദ്ധിക്കും. അപ്പൊ ആലിമീങ്ങൾ കുറഞ്ഞു പോവുകയും ജാഹിലീങ്ങൾ നേതാക്കളാവുകയും ചെയ്യും. ആരാ പറയുന്നത്? പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി അങ്ങനെ തന്നെയല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ഇൽമിന്റെ കാര്യം പറഞ്ഞെടുത്ത് അല്ലേ? ഇൽമിനായി പഠിക്കാനുള്ള ആളുകൾ കുറഞ്ഞു പോകുന്ന കാലമാണ്. ഇൽമിന് വേണ്ടി പഠിക്കാൻ തയ്യാറുള്ള ആളുകൾ കുറഞ്ഞു പോകുന്ന കാലം. അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം പഠിക്കാൻ ആളുകളെ കിട്ടാതെ പോകുന്ന കാലം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അല്ലേ? ഇന്ന് പല സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ ആലോചിച്ചു. ഇൽമു പഠിക്കാൻ, കിതാബോധി പഠിക്കാൻ കുട്ടികളില്ലാത്തതുകൊണ്ട്, കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഭൗതിക വിജ്ഞാനവും കൂടെ എഴുതി ചേർക്കേണ്ടി വന്നു അല്ലേ? ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ ക്ഷണിക്കുമെന്താ പറയാറുള്ളത്? ഭൗതിക വിദ്യാഭ്യാസവും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന്. ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക ഡിഗ്രിയും പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ മക്കളെ കിട്ടുന്നില്ല. യഖില്ലുൽ ഇൽമു, ദീനിന്റെ വിജ്ഞാനത്തോടുള്ള താൽപര്യക്കുറവ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ഒട്ടേറെ ചെറിയ അടയാളങ്ങൾ. വയക്സുറു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, യക്സുറു സിന, വ്യഭിചാരം വർദ്ധിക്കും. വയക്സുറു ശുർബുൽ ഖംറി, കല്ലുകുടി വ്യാപകമാകും.
അല്ലാഹുവിന്റെ ഹബീബ് ഒട്ടേറെ ഒരുപാട് 700ഓളം ചെറിയ അടയാളങ്ങൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി എല്ലാം ഞാൻ എണ്ണുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ഈ ചെറിയ അടയാളങ്ങൾ അങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുമ്പോൾ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അടയാളങ്ങൾ പഠിപ്പിച്ചത് 10 എണ്ണമാണ്. ശ്രദ്ധിച്ചോളൂ, 10 വലിയ അടയാളം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 10 അടയാളങ്ങളിൽ ഒന്നാമതായി പറഞ്ഞിരുന്ന മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനമാണ്. ഖിയാമത്ത് നാൾ എന്ന് ആധുനിക ലോകത്തിന്റെ ചോദ്യമാണ്. കേട്ടോളൂ പുണ്യ നബിയുടെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗലം യബഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ ലതവ്വലല്ലാഹു ദാലികൽ യൗം ഹത്താ യബഅത റജുലൻ മിൻ അഹ്ലി ബൈതി യുവാതി ഇസ്മുഹു ഇസ്മി വഇസ്മു അബീഹി ഇസ്മ അബീഹി. ലൗലം യബഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ, ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കുക. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ ലാ തഖൂമു സഅ, ഖിയാമത്ത് നാളില്ല. ആ വലിയ 10 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം റസൂലുള്ളാഹി പറയുകയാണ്, ലോകം അവസാനിക്കാൻ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എന്നിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ ദിവസത്തെ ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ദിവസത്തെ അല്ലാഹു അങ്ങ് ദീർഘിപ്പിക്കും, അല്ലാഹു അങ്ങ് വിശാലമാക്കും. എന്നിട്ടോ ലതവ്വലല്ലാഹു ദാലികൽ യൗം ഹത്താ യബഅത റജുലൻ മിൻ അഹ്ലി ബൈതി, എന്നിട്ട് എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ അല്ലാഹു നിയോഗിക്കുന്നതുവരെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. യുവാതി ഇസ്മുഹു ഇസ്മി, അയാളുടെ പേരെന്റെ പേരായിരിക്കും. വഇസ്മു അബീഹി ഇസ്മു അബീഹി, അയാളുടെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരായിരിക്കുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ കടന്നു വരുന്നവരെ ലോകം അവസാനിക്കില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വലിയ അടയാളങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒന്നാമത്തെ അടയാളം മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനമാണ്. ചെറിയ അടയാളങ്ങളൊക്കെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നുവെന്ന് ചെറിയ അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനതിന്റെ വിശദമായ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല. ഒന്നാമത്തെ വലിയ അടയാളം ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനമാണ്. ശ്രദ്ധിക്കണം, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ മഹാൻ ലോകത്തേക്ക് കടന്നു വരാനുള്ള കാലം അടുത്തുപോയെന്ന് തോന്നുകയാണ്. ഹദീസുകൾ വരച്ച് ചർച്ച ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണമെന്റെ സഹോദര, നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തിന് തൊട്ടുമുമ്പായി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിത്തന്ന അടയാളങ്ങളുടെ പുലർച്ചയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നുവരും, ലോകത്തൊരുപാട് പരിവർത്തനങ്ങൾ കൊണ്ടുവരും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവർ കടന്നു വരുന്നതോടുകൂടി ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ പിന്നീട് തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവർ ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അക്രമവും അനീതിയും നടമാടുന്ന കാലമാകും. ആ കാലഘട്ടത്തിലായിരിക്കും മഹാനവരുടെ ആഗമനം. അവരെ കടന്നുവരും, ഭൂതലമാകെ നീതി നടപ്പിൽ വരുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ ഒരു സ്വഭാവം റസൂലുള്ള എങ്ങനെയാണ്? ഭൂതലമാകെ നീതി നിറഞ്ഞു കവിയുന്ന കാലമാകുമത്. എല്ലായിടത്തും അനീതിയാവും. പടങ്ങൾ കണ്ടില്ലേ? മുനീർ സാഹിബിന്റെ കയ്യിൽ ഒരു നിവേദനം കൊടുത്തു. എന്താണ് നിവേദനം?
നിവേദനം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എനിക്കറിയില്ല. മദ്രസ ഭൂമി ലോകത്തന്നെ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു തൂപ്പുകാരന് പോലും ഉണ്ട് 12,000 15,000 ഒക്കെ ശമ്പളം. തൂപ്പുകാർക്ക് പോലും ഉണ്ട് 8,000 9,000 ശമ്പളം. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്ന ഉസ്താദമാരൊക്കെ APL, കാർഡിൽ APL ശമ്പളത്തെ 2,500 രൂപ APL. എന്നാ ഇവരെക്കാളും വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്, ഓലൊക്കെ BPL. ഇതന്നല്ലേ വലിയ അനീതി. എന്നോട് കൂടെ ഇരുന്നപ്പോ അബ്ബാസ് ആരിമി ഉസ്താദ് പറഞ്ഞു, നീതി തദ്ദേശ സ്വയം വകുപ്പിനോടൊപ്പം അതിന്റെ നീതിന്യായ ചുമതല കൂടെ ഉള്ള മന്ത്രി എന്ന നിലക്ക് മൂപ്പർക്ക് തന്നെ കൊടുക്കാണ്. അത് കേട്ടപ്പോ എനിക്ക് തോന്നി ഇന്നലെ ഇന്നത് കൊടുക്കണമെങ്കിൽ കേരളമാകെ അറിയുമായിരുന്നു എന്നെന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും അനീതി വ്യാപിക്കുന്ന കാലം. ആ കാലഘട്ടത്തിലെ മഹാനവറുകൾ കടന്നു വരിക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഇതുപോലെ ശ്രദ്ധിക്കണം, സത്യത്തിന്റെ വാഹകനാണ്. ലോകം പല ആളുകളെയും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടല്ലോ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും എല്ലാ കാലഘട്ടത്തിലെ ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്ന ഒരു മഹാനായിരുന്നു വാറ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന മഹാനാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബി ഉമ്മത്തിനോട് പ്രതീക്ഷിക്കാൻ പറഞ്ഞൊരു നേതാവുണ്ട്. ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളും ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് വിജയം എവിടെയെന്നറിയാതെ മുസ്ലിം ഉമ്മത്ത് പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് വഴികാട്ടിയായി കടന്നു വരുന്ന ഒരു മഹാനുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഹാനാര ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ഒന്നെനിക്ക് പറഞ്ഞു, ആ മഹാൻ കടന്നു വരാതെ ലോകം അവസാനിക്കില്ല. മഹാനവറുകൾ കടന്നു വരുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന കാലഘട്ടമാകും. റസൂലുള്ള പറഞ്ഞു തന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ആ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയായിരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ മോചനമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞല്ലോ, ബൈത്തുൽ മുഖദ്ദസ് 3 തവണ ജയിച്ചടക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 തവണ ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കപ്പെടും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 2 തവണ ജയം കഴിഞ്ഞുപോയി. ഒന്നെപ്പോഴാ? ഒന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില്. നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് വരുമ്പോൾ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബക്കറ്റ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ പരിപാടിയുടെയൊക്കെ വിജയത്തിന് വേണ്ടിയാണ്. യമാനിയുടെ സമ്മേളനത്തിനോടനുബന്ധിച്ച് ഭീമമായ സംഖ്യയുടെ ചെലവുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ആളുകളും അകമഴിഞ്ഞ് ആ വിഷയത്തിലേക്ക് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് ജയിച്ചടക്കപ്പെട്ടതെപ്പോഴാണ്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് 3 തവണ ജയിച്ചടക്കപ്പെടും. 2 ആരുടെ കാലഘട്ടത്തിലാണ്? 2 മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. റസൂലുള്ള പറഞ്ഞു 3 തവണ. 3ാമത് ജയിച്ചടക്കുന്ന ആളാരാണ്? അത് മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. മഹാനായ ഇമാമുൽ മഹ്ദി ഇപ്പോൾ നമ്മളെന്നും പത്രത്തിൽ കാണുന്നില്ലേ? ഫലസ്തീൻ, അതേപോലെ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാർ പിടിമുറുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഏറ്റവും പുതിയ തീരുമാനം വരാൻ പോകുന്നത് എന്താ? ജൂതന്മാർക്ക് കൂടെ ബൈത്തുൽ മുഖദ്ദസ് തുറന്നുകൊടുക്കണം. 2 സമയം നിശ്ചയിക്കണം. എന്നിട്ട് 2 സമയങ്ങളിൽ ഒരു സമയം ജൂതന്മാർക്ക് അനുവദിക്കണം. ഏരിയൽ ശരോൺ വന്നല്ലോ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രാർത്ഥന നടത്താനായി കടന്നു വന്നപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് വെച്ച് വെടിവെപ്പുണ്ടായത്. ഒരുപാട് യുവാക്കൾ മരണപ്പെട്ട സംഭവം ഉണ്ടായത് ആ സമയത്താണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബൈത്തുൽ മുഖദ്ദസ് മൂന്നാമതായി ജയിച്ചടക്കുന്ന ആൾ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. ആ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ മോചനമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ മഹാന് കടന്നു വരുന്ന കാലം എപ്പോഴാണ്? ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയം. ചെറിയ അടയാളങ്ങളൊക്കെ പൂർത്തിയായി വലിയ അടയാളങ്ങളിലേക്ക് ലോകം കടക്കുന്നുവോ? അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടം അല്ലാഹുവിന്റെ ഹബീബ് അക്ഷരം പ്രതി നമ്മെ പഠിപ്പിച്ചു കടന്നുപോയിട്ടുണ്ട്. മഹാനായ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ സ്വഭാവം, അതിന്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവം, കടന്നു വരുന്നതിനോടനുബന്ധമായി ഭൂമിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ എല്ലാം റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൗരവപൂർവ്വം നമ്മൾ ചർച്ച ചെയ്യുകയും വിശദമായി പഠന വിധേയമാക്കുകയും ചെയ്യേണ്ട ചില ഹദീസുകളാണ്. എന്നാലും ഞാൻ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു കടന്നു പോകുമ്പോൾ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ മഹാസംഭവത്തിന്റെ തുടക്കമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിയാരാ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ള പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതുബാ ലിൽ ഉറബാ. ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം ഗരീബായിട്ടാണ് തുടങ്ങിയത്. ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാമിനെ സഹായിക്കാൻ ആളുകളില്ലാത്ത ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ പ്രാരംഭം കുറിക്കപ്പെടുന്നത്. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ, തുടങ്ങിയ പോലെ അത് തിരിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിനെ സഹായിക്കാൻ ആളുകളില്ലാത്ത ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടം ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോട് ചേർന്ന കാലഘട്ടമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമികൾ രേഖപ്പെടുത്തുകയാണ്. നല്ലപോലെ ശ്രദ്ധിക്കണമെന്റെ സഹോദര, ഏതൊരു വിഷയം വന്നാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കാൻ, ആ വിഷയത്തിൽ ദീനിനോടൊപ്പം നിൽക്കാൻ ആളുകൾ കുറഞ്ഞു പോകുന്ന കാലഘട്ടം അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, അത് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതുബാ ലിൽ ഉറബാ. ആ ഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ സഹായിക്കുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സന്തോഷവും അറിയിക്കുന്നത്. അപ്പൊ ഇസ്ലാമിനെ സഹായിക്കാൻ, പരിശുദ്ധമായ ദീനിന്റെ ചിഹ്നങ്ങളെ സഹായിക്കാൻ, പരിശുദ്ധമായ ദീനിന്റെ നിയമാവലികൾ ജീവിതത്തിൽ പകർത്താൻ ആളുകൾ കുറഞ്ഞു പോകുന്ന കാലം ഖുർആന്റെ ഹബീബ് പറയാൻ, അത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തോട് ചേർന്നുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവമാണത്രേ. ശ്രദ്ധിക്കൂ എന്റെ പ്രിയമുള്ളവരെ, സത്യമല്ലേ എന്ന് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ കാര്യത്തിൽ ദീനെ സഹായിക്കുക എന്ന നിലപാട്, ആ നിലപാട് വളരെ കുറഞ്ഞുപോയ കാലഘട്ടമാണിത്. ഇനി സഹായിക്കുന്നുവെങ്കിൽ തന്നെ നിശ്ചിത താൽപര്യത്തോടുകൂടെ മാത്രം സഹായിക്കുന്ന കാലഘട്ടം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കേട്ടോളൂ, ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അടയാളം റസൂലുള്ള പറയുന്നു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തോട് ചേർന്നുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവം റസൂലുള്ള പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയുകയാണ് ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാൻ ബിദിറാ ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ള പൂർവികന്മാരായ ആളുകളുടെ ചര്യകൾ നിങ്ങൾ അക്ഷരം പ്രതി പിൻപറ്റും ശിബ്റൻ ബിശിബ്റിൻ ചാണിന് ചാണെന്നോണം വദിറാൻ ബിദിറാ മുഴത്തിന് മുഴമെന്നോണം ചാണിന് ചാണെന്നോണം നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ ചര്യകൾ നിങ്ങൾ പിൻപറ്റും വശിബ്റൻ ബിശിബ്റിൻ ചാണിന് ചാണെന്നോണം വദിറാൻ ബിദിറാ മുഴത്തിന് മുഴമെന്നോണം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയുകയാണ് ഹത്താ ലൗ ദഖലൂ ഹുജറ റബ്ബിൻ അവർ ഓരോ ഉടുമ്പിന്റെ മാളത്തിലേക്ക് കടന്നു വന്ന് നോക്കുക തബിഅത്തുമോഹം നിങ്ങൾ അവരെ പിൻപറ്റും ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ ഖൈല കേട്ടുനിന്ന സ്വഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങളുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് അയ്യഹൂദവൻ നസാറ ജൂത ക്രൈസ്തവരെയാണോ നബിയേ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരല്ലാതെ പിന്നെ ആരെയാണ് അതായത് ജൂത ക്രൈസ്തവരെ നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന കാലം മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോട് ചേർന്ന സ്വഭാവമാണ്. അല്ലോ ശ്രദ്ധിക്കണം, ജൂത ക്രൈസ്തവരെ അക്ഷരം പ്രതി മുസ്ലിം ഉമ്മത്ത് പിൻപറ്റുന്ന കാലം ഏതെല്ലാം വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും, ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളിലും ജൂത ക്രൈസ്തവരെ മുസ്ലിം ഉമ്മത്ത് പിൻപറ്റുന്ന കാലം. വേഷവിധാനത്തിൽ, അതേപോലെ ജീവിതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ, അതേപോലെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ എല്ലാം ജൂത ക്രൈസ്തവരെ പിൻപറ്റുക. അങ്ങനൊരു സ്വഭാവമാണോ മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവം? സംശയിക്കേണ്ടിയിരിക്കുന്നു. വേഷവിധാനത്തിൽ പോലും ജൂത ക്രൈസ്തവരുടെ സമ്പ്രദായം അല്ലേ വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം പൂർണ്ണമായി മാറ്റിവെച്ച രീതി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പലപ്പോഴും നമ്മളുടെ വേഷവിധാനം. പുണ്യനബി പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഉമ്മത്തിലെ പുരുഷന്മാരോട് പറഞ്ഞു, അസ്ഫല മിനൽ കഅബൈൻ ഫിന്നാർ. നെടിയാണിക്ക് താഴെ വസ്ത്രമിറങ്ങിയാൽ ആ ഭാഗം നരകത്തിലാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 3 വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹുവരിലേക്ക് നോക്കുകയില്ല, വലാ യുസക്കീഹിം, അല്ലാഹുവരെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്യുകയില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. നമ്മളിത് കേട്ടാ തോന്നുന്നു നമ്മൾ വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് ഇത് കാണൂല. ഒരിക്കൽ ഞാനൊരു വിഷയം ഈ സദസ്സിൽ ഇത് പറഞ്ഞപ്പോ, വയലൊക്കെ കഴിഞ്ഞപ്പോ എന്നോട് ഏറ്റവും അടുത്തൊരു ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നെരിയാണിക്ക് താഴെ പാന്റായി പോയി എന്നുള്ളത് ഇപ്പൊ എന്താ വരാൻ പോണം? ഇസ്ലാമിന് അതിനെന്താ തകരാറ്? അവനോട് ചോദിച്ച ചോദ്യത. നെരിയാണിക്ക് താഴെ പാന്റ് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിന് എന്ത് തകരാറാന്ന് വെച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, 3 വിഭാഗം ആളുകൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു തസ്കിയത്ത് ചെയ്യുകയില്ല. തസ്കിയത്ത് ചെയ്യൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല. എന്തിനാ വിശുദ്ധ ഇസ്ലാം തന്നെ തസ്കിയത്തിന്റെ വഴിയാണല്ലോ. തസ്കിയത്തിന്റെ വഴി ഖദ് അഫ്ലഹ മൻ തസക്കാ. തസ്കിയത്ത് കിട്ടിയാൽക്കേ വിജയിക്കാൻ കഴിയൂ. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ തസ്കിയത്ത് ചെയ്യുകയില്ല, അതുപോലെ നന്നാക്കൂല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയും അവർക്കുണ്ട്. 3 വിഭാഗം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ ഒന്ന്, അൽ മുസ്ബിലു വൽ മുസ്ബിലു വൽ മന്നാനു വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്.
അള്ളാഹുവിന്റെ ഹബീബ് ഒന്നെണ്ണിയത്, ഒന്ന് തന്റെ വസ്ത്രം വലിച്ചേക്കുന്ന ആളാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുന്ന ആൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. നെരിയാണിക്ക് താഴേക്ക് വസ്ത്രമിറങ്ങുന്ന സമ്പ്രദായം അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യയല്ല, പുണ്യനബി പഠിപ്പിച്ച വഴിയല്ല. വേഷവിധാനത്തിൽ ക്രൈസ്തവരെ ജൂതന്മാരെ പിൻപറ്റുന്ന കാലം ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ അങ്ങനെയല്ലോ. നിസ്കരിക്കാൻ ഭയങ്കര നിസ്കാരമൊക്കെ വളരെ ഉഷാർ, എല്ലാ വക്തിനും പള്ളിയിലുണ്ട്. പക്ഷേ വേഷവിധാനത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗമെന്ന് അനുധാവനം ചെയ്തില്ല. പാന്റ് നിര്യാണിക്ക് താഴെ, പാന്റിന്റെ തലപ്പോ ചന്തിക്ക് മുകളിൽ ലൂസ് വേസ്റ്റ് എന്ന് അതിനെ പറയണേ. എന്റെ ഒരു പേരാണ് ലൂസ് വേസ്റ്റ്. ചന്തിമൽ പാന്റ് കൊടുക്കുക. എന്നോടൊക്കെ ഒരാൾ പറഞ്ഞു, സാറേ പള്ളിയിലൊക്കെ പോയി നോക്കണ്ടേ കുറെ കനാല് കാണാന്നാണ് എന്നോട്. ഞാൻ ചോദിച്ചു പള്ളിയിൽ കനാലോ? അപ്പോഴയാൾ എന്നോട് വിശദീകരിച്ചെന്ന്, സുജൂദ് ചെയ്യുന്ന സമയത്ത് പാന്റ് എവിടെയോ ആണ്. എന്ത് നിസ്കാരം, എന്ത് നിസ്കാരം! ലതത്തബിഉന്ന, നമ്മുടെ സംസ്കാരമല്ലേ അത്. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ ബദിറാൻ ബദിറാ. എന്റെ ഉമ്മത്ത് ജൂത ക്രൈസ്തവരെ ചാണിന് ചാണെന്നോണം, മുഴത്തിന് മുഴമെന്നോണം എല്ലാ രീതിയിലും അവർ പിൻപറ്റുന്ന കാലം. ആ കാലമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പെൺകുട്ടികളുടെ വേഷേതാ ടൈറ്റ് ജീനും അതേപോട്ടെ ടീഷർട്ടും. ടൈറ്റ് ജീൻ പെൺകുട്ടികൾ ധരിക്കുന്ന കാലം, പെണ്ണ് പുരുഷന്റെ വേഷം ധരിക്കുന്ന കാലം. നമ്മുടെ സംസ്കാരമല്ലാതെ. അപ്പൊ ചിലർ പറയും ഗൾഫിൽ അറബികളൊക്കെ കുട്ടിയൊക്കെ അങ്ങനെ ഇട്ടുകൊടുക്കണ്ടല്ലോ, കുട്ടിയേക്ക് വലിയ പെണ്ണുങ്ങൾക്കും. നമുക്കാകെ പഴച്ചതന്നെ അവിടെ അല്ലേ? നമുക്കാകെ പഴച്ചത് അവിടെയല്ലേ? ഗൾഫ് നാടുകളിൽ കാണുന്നത് മുഴുവൻ ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതല്ലേ നമുക്ക് സംഭവിച്ചു പോയത്? അവർ അനുധാവനം ചെയ്യുന്നത് ആരെയാണ്? പാശ്ചാത്യരെ. അറബി പെണ്ണുങ്ങൾ പോലും അനുധാവനം ചെയ്യുന്നത് പാശ്ചാത്യരെ. എന്നോട് ഗൾഫിൽ ഒരു സുഹൃത്ത് പറഞ്ഞത്, അറബിക് പെണ്ണുങ്ങളുടെ ഒക്കെ പുറത്ത് പർദ്ദയുണ്ട് എന്നേ ഉള്ളൂ, ഉള്ളിലൊക്കെ പാശ്ചാത്യരുടെ വേഷമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ജൂത ക്രൈസ്തവരെ നിങ്ങൾ പിൻപറ്റുന്ന കാലം ഖിയാമത്തിന്റെ ഒന്നാം വലിയ അടയാളമായ ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തോട് ചേർന്നുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവമാണത്. എല്ലാ അർത്ഥത്തിലും വേഷവിധാനത്തിൽ പോരാ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ എത്രയോ ആശയങ്ങളെ വികൃതമാക്കി നമ്മൾ വലിച്ചെറിഞ്ഞു കേട്ടോ. പാശ്ചാത്യന്റെ ശൈലി നമ്മൾ അനുധാവനം ചെയ്യുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇസ്ലാം എത്ര സുന്ദരമായ തത്വം പഠിപ്പിച്ച മത. വീട്ടിക്കൊരതിഥി വന്ന ആ അതിഥിയെ ആദരിക്കണം എന്ന് പഠിപ്പിച്ച മത വിശുദ്ധ ഇസ്ലാം. അവനെ ഇരുത്തണം, അവനെ ആദരിക്കണം, ബഹുമാനിക്കണം, നല്ല വിഭവങ്ങൾ അവന് നൽകണം. എന്നാലോ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ എടങ്ങാറാക്കുന്ന സംസ്കാരമാണ് പാശ്ചാത്യന്റെ സംസ്കാരം. അതിനൊരു പേരുണ്ട്, നമ്മളുടെ പേര് ബുഫേ എന്ന് പറയും. വീട്ടിലെ കല്യാണങ്ങളിലൊക്കെ സദ്യകളിലൊക്കെ ബുഫേ എന്ന് പറയുന്നൊരു സംസ്കാരം കോഴിക്കോട്ടിന്റെ പല ഭാഗത്തുമുണ്ട്. നമ്മളെ ഈ ഉൾനാടൻ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ നാശമാണ്. എന്താണത്? നിന്ന് തിന്ന. ഇസ്ലാം പഠിപ്പിച്ച എന്താ അറിയോ? ഇരുത്തിയവനെ ആദരിച്ച് ഭക്ഷണം കൊടുക്കണമെന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇരുത്തലാണോ ആദരവ്, നിർത്തലാണോ ആദരവ്? ഒരിക്കൽ ഞാൻ കണ്ണൂർ സ്ഥലത്തേക്ക് കയറി ചെന്നപ്പോ ഇതേപോലെ വിവാഹ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുണ്ടായപ്പോ ഇതാ സ്ഥിതി. നോക്കുന്ന സമയത്ത് ഒരാൾ ഒരു കയ്യിൽ പ്ലേറ്റിൽ ചോറും പിടിച്ചിട്ട് മറ്റേ കയ്യിൽ വെള്ളം പിടിച്ചിട്ട്, ഇയാൾക്ക് എന്താ കാട്ടുന്നറിയില്ല. വെള്ളം എന്താ അയാൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുകയാണ്. വെള്ളം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ സുന്ദരമായ സംസ്കാരത്തെ നമ്മൾ വികൃതമാക്കി വലിച്ചെറിയുകയാണ്. ഇതാണ് നേരത്തെ ഞാൻ ഓതിയ ഹദീസ്. ഇസ്ലാമിനെ സഹായിക്കാനാവില്ലാത്ത കാലം. വല്ല ആലിമും അതിനെതിരെ വാല് പറഞ്ഞാൽ പറയും ഇവരൊക്കെ കൂപമണ്ഡുകങ്ങളാണ്, കാലഘട്ടത്തെ പരിഗണിക്കാത്തവരാണ്. എത്ര ഞാൻ കേട്ടിട്ടുണ്ട്, എത്ര കേട്ടിട്ടുണ്ട്.
എന്റെ പ്രിയമുള്ളവരെ, അക്ഷരം പ്രതി വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് മാറി പാശ്ചാത്യന്റെ ക്രൈസ്തവന്റെ സംസ്കാരം മുസ്ലിം ഉമ്മത്ത് പിന്തുടരുന്നത് ഈ ലോകം അവസാനിക്കാനുള്ള കാലമടുത്തു എന്നതിന്റെ തെളിവാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരുപാട് അർത്ഥത്തിൽ ആരാധനകളിൽ, അതേപോലെ ആരാധനകളിൽ, വേഷവിധാനങ്ങളിൽ, സംസ്കാരങ്ങളിൽ, എന്തിനേറെ മതത്തിന്റെ ചിട്ടകൾ പോലും രൂപപ്പെടുത്തുന്നതിൽ അങ്ങനെയാണ്. വിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിൽ നിയമങ്ങളൊന്നും മാറ്റല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 14 നൂറ്റാണ്ടും എന്തു പറഞ്ഞു, അതുതന്നെയാണ് ലോകാവസാനം വരെ വിശുദ്ധമായ ദീൻ. പുണ്യനബി എന്ത് പറഞ്ഞു, അതുതന്നെയല്ലേ വിശുദ്ധ ദീൻ. പിന്നെ ഇടക്കാലത്ത് ചിലത് ചേർക്കുകയും ചിലത് ഇല്ലാതെയാക്കുകയും ചെയ്യുക, അത് മുസ്ലിം ഇസ്ലാമിന്റെ രീതിയല്ല, അത് പാശ്ചാത്യന്റെ രീതിയാണ്. ജൂത ക്രൈസ്തവരുടെ രീതിയാണത്. ഇടക്ക് മതത്തിൽ കടത്തിക്കൂട്ടുക, ഇല്ലാത്തത് ചേർത്തുണ്ടാക്കുക, അത് ജൂത ക്രൈസ്തവരുടെ രീതിയാണ്. അങ്ങനല്ലേ ക്രിസ്ത്യാനികൾക്കും 30 ദിവസത്തെ നോമ്പ് നിർബന്ധമായിരുന്നു, 1 മാസത്തെ നോമ്പ് അവർക്കും നിർബന്ധമായിരുന്നു. ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഒരിക്കൽ ഇതേപോലെ നോമ്പ് കാലം ശക്തമായ വേനൽക്കാലമായപ്പോ ഇവരെന്ത് ചെയ്തു എന്നറിയങ്ങള്, ഇവർ ഈ നോമ്പ് കാലം തൽക്കാലം ഒന്ന് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. 30 നോമ്പുള്ളതിന് പകരം നമുക്ക് കുറച്ച് തണുപ്പുള്ള കാലത്ത് നോക്കാം, 40 നോമ്പ് 10 അധികം നോൽക്കാന്ന് പറഞ്ഞു മാറ്റിവെച്ചു. ദീനിന്റെ കാര്യങ്ങൾ സ്വായത്തപ്രകാരം ചർച്ച ചെയ്തു മാറ്റിവെക്കുക, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുക. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുള്ള തന്റെ ഉമ്മത്തിന്റെ രീതിയും സ്വഭാവവുമായി മാറുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഞാൻ പറയട്ടെ നിങ്ങളോട്, ആ വിഷയത്തിൽ ഏറെ അഭിമാനിക്കാൻ കഴിയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്കാണ്. എന്തുകൊണ്ട്? നമ്മൾ അന്നെന്താ പറഞ്ഞ് അതെന്നെന്നും പറഞ്ഞു, യാതൊരു മാറ്റവും വിഷയത്തിലില്ലല്ലോ. വേറെ ചില ആളുകൾക്കോ, ഓൽക്ക് ഇപ്പോഴും തൗഹീദ് പറയുന്ന ആളുകൾക്ക് തന്നെ തൗഹീദ് എന്താന്ന് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. ജിന്നുണ്ടോ ജിന്നില്ലേ? ഇസ്ലാം ഉണ്ടായിട്ട് പുണ്യനബി വന്നു പോയിട്ട് 1400 കൊല്ലായി. ജിന്നുണ്ടോ ഇല്ലേ? ഇപ്പോഴും പലർക്കും തിരിഞ്ഞിട്ടില്ല. 1400 കൊല്ലായിട്ടൊരു മുസ്ലിം ഉമ്മത്തിലെ ഒരു ഭാഗത്തിന് ജിന്നുണ്ടോ ഇല്ലേ, വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ മുഖമുദ്രയായി അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിന് ജിന്നുണ്ടോ ഇല്ലേ എന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ അബദ്ധമാണ്. എന്തേ കാരണം? സ്വന്തം ഇഷ്ടപ്രകാരം പലതും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതാണ്. പണ്ടങ്ങനല്ലേ? പണ്ട് ചില ആളുകളൊക്കെ അതേപോലെ കൂടിയതാണ്, മീറ്റിംഗ് കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇത് ജൂത ക്രൈസ്തവരുടെ രീതിയും സ്വഭാവവുമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ലോകാവസാനമാകുമ്പോ എന്റെ ഉമ്മത്തിലും അങ്ങനെ ചില സ്വഭാവം കടന്നു വരും. നിങ്ങൾ വായിച്ചോ? കുറച്ചു മുമ്പ്, ഒരു മാസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചോന്നറിയില്ല. എന്താ? ചില കാര്യങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ പറഞ്ഞു. ആ ഭിന്നതകൾ അതങ്ങനെ നിലനിൽക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പുറത്താക്കിയ കാര്യം എടുത്തുദ്ധരിക്കുന്നുണ്ട് ഒരു പത്ര റിപ്പോർട്ടിൽ. നല്ലപോലെ ചിന്തിക്കണം നിങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഈ മീറ്റിംഗിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ മീറ്റിംഗിന്റെ തീരുമാനമോ? ഒരു കാലത്ത് ചില ആളുകളൊക്കെ കൂടിയല്ലോ, ഉദു മുറിയുന്ന കാര്യം തീരുമാനിക്കാൻ വേണ്ടി കൂടി. ഉദു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യം ഉണ്ടായ ഉദു മുറിയും, ഏതൊക്കെ ഉണ്ടായ ഉദു മുറിയില്ല, ഇത് മീറ്റിംഗ് കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ല. ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഇവരൊരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞു. മുൻകൈയിന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുക എന്ന് പറഞ്ഞപ്പോ ഒരാൾ നീച്ചെന്ന് പറഞ്ഞു, അതിപ്പോ എന്താ? കൈ ഒരവയവാണ്, മനുഷ്യന്റെ ഗുഹ്യ ഭാഗം ഒരവയവാണ്, അത് രണ്ടും സ്പർശിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മുടെ കാതും നമ്മുടെ ചെവിയും മൂക്കൊക്കെ തൊടണമായി തന്നെയല്ലേ, അതുകൊണ്ട് പൊതു മുറിയേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, എന്നാ പിന്നെ അത് വേണ്ട നോക്കാം. അങ്ങനെ 4 കാര്യമുണ്ട്. 4 കാര്യവും ഓരോന്ന് പറഞ്ഞപ്പോ അതും ഉദും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചു അവസാനം 4 കാര്യം ഉണ്ടായാലും ഉദു മുറിയില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയപ്പോ കൂട്ടത്തിൽ ഒരാൾ നീച്ചെന്ന് ചോദിച്ചു, അല്ല, എടുത്ത ഉദുഞ്ഞൊന്ന് മുറിഞ്ഞു കിട്ടണമെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. എടുത്ത ഉദൊന്ന് മുറിയണം നോക്കാം, എന്നാ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. മീറ്റിംഗ് കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക ക്രൈസ്തവ ജൂതരുടെ സ്വഭാവമാണത്. അത് തന്റെ ഉമ്മത്തിലും വന്നു ചേരും. ആരാ പറയുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പറയാൻ ഖിയാമത്തിന്റെ വലിയ അലാമത്തായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിൽ തന്റെ ഉമ്മത്തിന്റെ സ്വഭാവം റസൂലുള്ള എണ്ണുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി കേട്ടോളൂ എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാണ് കാര്യം സ്വാലിഹീങ്ങളായ ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോകും. നല്ല നല്ല സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു പോകും. ഒന്നിനും കൊള്ളാത്ത തോടുകൾ പോലെയുള്ള ചണ്ടികളായ ചില മനുഷ്യർ മാത്രം ശേഷിക്കുന്ന കാലം. അതൊക്കെ ഖിയാമത്തിലെ ഒന്നാമത്തെ അലാമത്തായ വലിയ അടയാളങ്ങളിലൊന്നായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോട് ചേർന്ന കാലഘട്ടത്തിന്റെ സ്വഭാവം അതാണ്. നല്ല നല്ല മനുഷ്യരെല്ലാം മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. മരണപ്പെട്ട ആളുകളോട് പകരം വെക്കാൻ പറ്റുന്ന ആളുകൾ പിന്നീട് സമൂഹത്തിൽ ഇല്ലാതെ പോകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, നമ്മൾ കണ്ട ആളുകളെ കുറിച്ച് മാത്രം ആലോചിച്ചു നോക്ക്. നമ്മൾ കണ്ട ആളുകളെ കുറിച്ച് മാത്രം. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയ നബ്ബറല്ലാഹു മർഖദ, ആ മഹാന്റെ കാലശേഷം ആ മഹാനോട് പകരം വെക്കാൻ പറ്റാവുന്ന ആളുകളെ ഈ ഉമ്മത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ആ മഹാനോട് പകരം വെക്കാൻ പറ്റുന്ന ആളുകളെ ഞാൻ പറയട്ടെ, ഈ സ്ഥാപനത്തിന് ഏതൊരു മഹാന്റെ നാമധേയമാണോ, ഏതൊരു മഹാന്റെ നാമമാണോ ഈ സ്ഥാപനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്, ആ മഹാനോട് കിടപിടിക്കാൻ പറ്റാവുന്ന ഒരു മഹാൻ ആ മഹാന്റെ ശേഷം ഈ ഉമ്മത്തിൽ ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. നല്ല നല്ല സ്വാലിഹീങ്ങളായ ആളുകളെല്ലാം മരണപ്പെട്ടു പോകും. അവരോട് പകരം വെക്കാൻ പറ്റാവുന്ന ആളുകളെ നാടുകളിൽ ലഭിക്കാതെ പോകുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലോകത്തിന്റെ അവസാനത്തോട് ചേർന്നുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. അല്ലേ, പണ്ടൊക്കെ പള്ളിയുടെ പ്രസിഡന്റ് ആക്കൽ ആരാ? ആ നാട്ടിലെ ഏറ്റവും മുത്തക്കയെ മനുഷ്യനെ പിടിച്ചിട്ടാവും പള്ളിന്റെ പ്രസിഡന്റ് ആക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആക്കലാറിയാൻ ആ നാട്ടിലെ ഏറ്റവും തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളാരാണ്? അയാളെ നോക്കിയിട്ടാൻ ഇന്ന് കണക്കെഴുതാൻ പറ്റുന്ന ആളാരാ? ഓനെ നോക്കിയിട്ടാ. ഓൻ ചിലപ്പം ബാങ്കിന്റെ സെക്രട്ടറി ആയിരിക്കും. അവന് ചിലപ്പോ ബാങ്കിന്റെ സെക്രട്ടറി ആവാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പലിശയ്ക്ക് വേണ്ടി പേന ഉന്തിയവനാ. രാത്രി വന്ന് പള്ളിയുടെ കണക്കെഴുതുന്നത്. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് ശ്രദ്ധിക്കണം. സ്വാലിഹീങ്ങളായ ആളുകളുടെ കാലത്ത് ആ സ്വാലിഹീങ്ങളെ കിട്ടാത്ത കാലം വരും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ചൊല്ലു. എന്റെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവമുള്ള കാര്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനാ ഖിയാമത്തിന്റെ ചെറിയ അടയാളങ്ങൾ കഴിഞ്ഞ് വലിയ അടയാളമായ മുസ്ലിം ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പ്രതീക്ഷിക്കാൻ പറഞ്ഞ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നു എന്നതിന്റെ സൂചനയാണ്. സ്വാലിഹീങ്ങളായ ആളുകളുടെ മരണം അവരപ്രത്യക്ഷമായി പോകുന്നത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. വേഗം വേഗം പറയാം, അല്ലാഹുവിന്റെ ഹബീബ് പറയാം. അടുത്തൊരടയാളം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാ വിഷയത്തിലും നാശം വരും, എല്ലാ രംഗത്തും നാശമുണ്ടാവും. അല്ലേ, എല്ലാ രംഗത്തും നാശമല്ലേ? എല്ലാ രംഗത്തും നാശമാണ്. എല്ലാ വിശ്വാസ രംഗത്ത് നാശമാണ്, ആരോഗ്യരംഗത്ത് നാശമാണ്. ആരോഗ്യരംഗം നാശമാണ്, വിശ്വാസരംഗം നാശമാണ്, സമൂഹത്തിന്റെ പൊതുവായ മേഖല നാശമാണ്. ഒന്നും ഗുണമില്ല. ഓരോ ദിനം കഴിയുന്നതിനനുസരിച്ചും മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ പറഞ്ഞ വാക്ക് എന്നോടൊരു, പണ്ടൊക്കെ മനുഷ്യന്മാർക്ക് എന്താ ആരോഗ്യ, ഇന്നൊക്കെ മൊബൈലിന്റെ കാലമായതുകൊണ്ട് മനുഷ്യന്മാരും മൊബൈലിന് മാതിരി തന്നെയാണ്. എന്താന്ന് വെച്ചാൽ മൊബൈൽ കണ്ടില്ലേ, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന മൊബൈൽ പെട്ടെന്ന് എന്താവും, കേടായി പോണ മാതിരി മനുഷ്യനും അങ്ങനെ തന്നെ പെട്ടെന്ന് ഓഫായി പോകുന്ന. അയാൾ എന്നോട് പറഞ്ഞു കുട്ടികളും അതേമാതിരി തന്നെ മൊബൈലിന് മാതിരി തന്നെയാണ്. ഞാൻ ചോദിച്ചത് എന്താ? എന്നോട് പറഞ്ഞു ജനിച്ച കുട്ടിക്ക് പോലും കിട്ടേണ്ടത്, പണ്ടത്തെ കുട്ടികൾക്കൊക്കെ അമ്മിഞ്ഞപ്പാലാ കിട്ടേണ്ടി, ഇന്നത്തെ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കിട്ടിയിട്ട് തിരക്കിടില്ല, പോലെ ആദ്യം പിടിക്കാൻ മൊബൈലാണ്. ഒരാൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നോട് തമാശ എന്നോണം ഇന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, എല്ലാ രംഗത്തും നാശമുണ്ടാകും. പുണ്യനബി പറയാൻ ഏറ്റവും വലിയ നാശമാ കാലഘട്ടത്തിൽ വിശ്വാസത്തിലായിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പുണ്യനബി പറയാണ് യോശിക്കു അൻ യകൂന ഖൈറമാരിൽ മുസ്ലിം ഗനമു യത്തബിഉ ബിഹാ സഹഫൽ ജിബാൽ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് എല്ലാ രംഗത്തും നാശമുണ്ടാകും, വിശ്വാസ മേഖലയിൽ വൻ നാശമുണ്ടാകും. വിശ്വാസ മേഖലയിൽ വല്ലാത്ത നാശം. എന്തിനേറെ ഏതാണ് ശരിയെന്ന് ഏതാണ് തെറ്റെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാലമാകുമത്. റസൂലുള്ളാഹി കാലഘട്ടത്തെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ, യുസ്ബിഹു മുഅ്മിനാ വയുംസി കാഫിറാ വയുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ. യുസ്ബിഹു മുഅ്മിന, ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അയാൾ മുഅ്മിനായി എഴുന്നേറ്റ് വരും. വയുംസി കാഫിറ, വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള ഒരു കാലമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള കാലമാണോ നമ്മുടെ കാലം എന്ന് സംശയിക്കണം. രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ നല്ല മുഅ്മിന, വീട്ടിൽ വന്ന കടയിൽ വന്ന ആരോരാളൊരു കേസറ്റ് കൊണ്ടുപോയി കൊടുത്താ ഓനത് കേട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഓന് തോന്നാ എന്റെ വല്യാപ്പൊക്കെ മുശ്രിക്കാണ്. പിന്നെ ഓൻ പറയണെന്തറിയോ, എന്റെ വല്യമ്മ ബദർ മൗലിദ് ഓതി മുശ്രിക്കത്തായി ചത്തുപോയതാണ്. രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ മുശ്രിക്കാണ്. മുഅ്മിനായ ഒരാളെക്കുറിച്ച് അയാൾ മുശ്രിക്കെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് അയാളിലേക്ക് തിരിച്ചടിക്കുന്നതാണ്. പറഞ്ഞവൻ മുശ്രിക്കായി പോകും. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെയുള്ള കാലമാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വിശ്വാസത്തിൽ നാശം വരും. ആളുകളാകെ അങ്കലാപ്പിലാവും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ സാധാരണക്കാരായ ആളുകൾ പ്രയാസപ്പെടും. ശരിയല്ലേ? അങ്ങനത്തെ ഒരു കാലമല്ലേ ഇന്നെന്ന് ചിന്തിച്ചു. എന്നോട് എത്രയോ സാധുക്കൾ പറഞ്ഞു, നാടന്മാരായ ആളുകൾ എന്നോട് പറഞ്ഞു, സതേ നിങ്ങൾ പല കൂട്ടരിങ്ങനെ പല കോലത്തിൽ പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചു. അയാൾ പറയാ, ഇന്നൊരു വാല് കേട്ടു, അപ്പൊ തോന്നി ഇതാണ് ശരി. നാളെ ഒന്ന് കേട്ടു, ഇതിന്റെ നേരെ തല കുത്തനെ നാളെ കേൾക്കുന്നത്, അയാൾക്ക് തോന്നുന്നു അതാണ് ശരി. മറ്റന്നാൾ വേറെ ഒന്ന് കേട്ടു, അയാൾക്ക് തോന്നുന്നു അതാണ് ശരി. സതേ ഞങ്ങളെന്ത് ചെയ്യാൻ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും വലിയ നാശം വിശ്വാസത്തിലാവും. അല്ലോ ശ്രദ്ധിക്കണം, നിങ്ങൾ വിശ്വാസത്തിലാവും. ശരിയല്ലേ? വിശ്വാസത്തിലാണല്ലോ പല ആളുകളും കൈവെക്കുന്നത്. എന്നിട്ട് റസൂലുള്ള പറയണ ആ കാലഘട്ടത്തിൽ നബി പറയുമ്പോ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനേരാ റസൂലുള്ള പറയുകയാണ്, ഒരാൾ അയാൾ ഒരു പറ്റം ആടുകളെയുമായി മലമുകളിൽ കയറുകയാണ്. അയാൾ ഒരു പറ്റം ആടുകളെയും കൊണ്ട് മലമുകളിൽ കയറി. എന്നിട്ടോ ആ മലമുകളിൽ കയറിയിട്ട് ആടുകളെ വളർത്തിയിട്ട് അയാൾ ജീവിക്കുന്നു. നാട്ടിലേക്ക് അയാൾ ഇറങ്ങി വരുന്നില്ല. ആ ആടുകളുടെ പാൽ കറന്നതിന്റെ പാൽ കുടിച്ചയാൾ ജീവിക്കുകയാണ്. മലമുകളിൽ എന്തിനായാണ് അങ്ങനെ ചെയ്തത്? തന്റെ മതത്തിന്റെ തന്റെ മതത്തിൽ ദീനിൽ നാശമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടയാൾ ഓടിപ്പോവുകയാണ്. അങ്ങനെ മലമുകളിൽ കയറി ജീവിക്കുന്ന ഒരാളായിരിക്കും ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമത്തിന്റെ വലിയ അടയാളമായി പരിചയപ്പെടുത്തിയ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന്റെ മുന്നോടിയായി മനുഷ്യ സമൂഹത്തിൽ നടക്കുന്ന നാട്യങ്ങളും നാശങ്ങളുമാ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണിത്തരുന്നത്. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏറെ വിശദീകരിക്കാത്തത്. അടുത്തൊരു ഹദീസ് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം നിങ്ങൾ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. പുണ്യനബി പറയാൻ يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തിന് മുമ്പായി മനുഷ്യ സമൂഹത്തിന്റെ സാഹചര്യം മഹാന്മാർ വിലയിരുത്തുകയാണ്. ഈ ഹദീസ് പ്രത്യേകം എടുത്തുദ്ധരിച്ചതായി കാണാൻ കഴിയും. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ലോകത്തിന്റെ അവസാനത്തോട് ചേർന്ന് ചില കള്ളന്മാർ രംഗത്ത് വരും. ദജ്ജാലിങ്ങൾ രംഗത്ത് വരും. യതൂനകും മിനൽ അഹാദീസ്. അവർ നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കും. യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളുമായി അവർ രംഗത്ത് വരും. ആരാ പഠിപ്പിക്കുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരുപാട് വൃത്താന്തങ്ങളുമായി അവർ രംഗത്ത് വരും. ഫയ്യാകും അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ നിങ്ങളെ സൂക്ഷിക്കണേ. വയ്യാകും അവരെയും നിങ്ങളെ സൂക്ഷിക്കണേ. ലാ യദുല്ലൂനകും വലാ യഫ്തിനൂനകും. അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിൽ അവർ നാശം വരുത്താതിരിക്കട്ടെ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ പൂർവികന്മാർ കേട്ടിട്ടില്ലാത്ത പല കള്ളവൃത്താന്തങ്ങളുമായി ആളുകൾ രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ പുതിയ പലതും നിങ്ങൾ കേൾക്കുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോട് ചേർന്നുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഹദീസ് മാത്രം ഓതിയിട്ട് ഞാൻ കടന്നു പോകുന്നത്. ശ്രദ്ധിക്കണമെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റസൂലുള്ള പറയുകയാണ്. ആ കാലഘട്ടത്തിന്റെ സ്വഭാവം റസൂലുള്ള പറയുന്നു, ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരും. ആ ആളുകളുടെ വാദം അലൈക്കും ബിഹാദൽ ഖുർആൻ മതി എന്ന വാദക്കാരായിരിക്കും അവർ. ഖുർആൻ മതി എന്ന വാദക്കാരായിരിക്കും അവർ. മഹാനായ മിഖ്ദാദ് മഅദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അബൂദാവൂദും ഇബ്നു മാജയും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. അലാ അറിയണേ, ഇന്നി ഊതീതുൽ ഖുർആന, അല്ലാഹു എനിക്ക് ഖുർആൻ നൽകിയിട്ടുണ്ട്. വമിസ്ലഹു മഅഹു, ഖുർആൻ പോലോത്തതും ഖുർആനോട് കൂടെ എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലോ ശ്രദ്ധിക്കണം, എനിക്ക് അല്ലാഹു ഖുർആനും ഖുർആൻ പോലോത്തതും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. പുണ്യനബി പറയാൻ യൂശിക്കു റജുലുൻ ശബാൻ, വയറ് വലിയ വയറനായ ഒരാൾ യൂശിക്കു കാലം അടുത്തിരിക്കുകയാണ്. റജുലുൻ ശബാൻ, ഒരാൾ വലിയ വയറനായ ഒരാൾ കടന്നു വരും. അയാൾ എന്നിട്ട് അരീകത്തിഹി തന്റെ ചന്തിയുടെ മുകളിൽ അയാൾ ഇരിക്കും. യഖൂലു ഇരുന്നുകൊണ്ട് അയാൾ പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഹില്ലൂ, ഖുർആൻ ഹലാലാക്കിയത് നിങ്ങൾ ഹലാലായി കണ്ടോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമൂ, ഖുർആൻ ഹറാമാക്കിയത് നിങ്ങൾ ഹറാമായി കാണുകയും ചെയ്തോളൂ. ഫഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതല്ലാതെ റസൂലുള്ള ഹറാമാക്കിയിട്ടില്ല. അല്ലാഹു ഹലാലാക്കിയതല്ലാതെ റസൂലുള്ള ഹലാലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഹദീസ് വേണ്ട, പുണ്യ നബി അംഗീകരിക്കണ്ട, ഖുർആൻ ഉണ്ടായാൽ മതി. ഖുർആനിലുള്ളതല്ലാത്ത ഒന്നും പുണ്യ നബി പറഞ്ഞിട്ടില്ല. അലൈക്കും ബിഹാദൽ ഖുർആൻ, ഖുർആൻ മതി എന്ന വാദവുമായി ഇവർ രംഗത്ത് വരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട നിങ്ങൾ, പല വാദങ്ങളുടെയും അന്ത്യം വളരെ അപകടകരമാണ്. പല വാദങ്ങളുടെയും അന്ത്യം വളരെ അപകടകരമാണ്. അല്ലേ? ഇന്നത്തെ കാലങ്ങൾ ശ്രദ്ധിച്ചു കണി, ബിദ്അത്തിന്റെ ആളുകളൊക്കെ എടുത്തുദ്ധരിക്കുന്ന എന്തെന്നാ? ഖുർആൻ. എല്ലാവരും പറയാ ഖുർആൻ ഖുർആൻ ഖുർആൻ. ബിദ്അത്തിന്റെ ആളുകൾ തന്നെ എടുത്ത് സമൂഹത്തെ മുഴുവൻ ആകർഷിപ്പിക്കാനായി അവർ പറയാറുള്ളത് എന്താ? ഖുർആൻ, ഖുർആൻ പഠനം, ഖുർആൻ സമ്മേളനം. ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലൊരു ഖുർആൻ സമ്മേളനം. ഒരു സാധുവായ മനുഷ്യന് പള്ളിയിൽ നിന്ന് പറഞ്ഞത് വളരെ സത്യമായി തോന്നി. ആ മനുഷ്യൻ പറഞ്ഞു, പല സമ്മേളനം ഞാൻ, ഒരു സാധു നാടനാണ്, പല സമ്മേളനം ഞാൻ കേട്ടിട്ടുണ്ട്. സുന്നി സമ്മേളനം, മറ്റേ സമ്മേളനം, മറിച്ചേ സമ്മേളനം ഒക്കെ ഞാൻ കേട്ടു. ഖുർആൻ സമ്മേളനം ഞാൻ കേട്ടിട്ടില്ലെന്ന്. ഈ നടത്തുന്ന ആൾക്കാരെ മുമ്പ് തന്നെ ആയിപ്പോയി ഇയാൾ ഇത് ചോദിച്ചത്. ആ രണ്ടാളുകളും തുറിച്ചു നോക്കുന്നുണ്ട് ഇയാളെ. ഖുർആൻ സമ്മേളനം നടത്താണെന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ ബിദ്അത്തുകാരുടെ സ്വഭാവം എന്താ അറിയോ? ഖുർആൻ എന്നാണ് അവരെടുത്ത് മുന്നോട്ടിടുക. എന്നിട്ടോ മറ്റുള്ളതിനെ ഒക്കെ അവർ നിഷ്പ്രഭമാക്കി കാണിക്കും. ഇത് അവരുടെ സ്വഭാവമാണ്. ഇത് അപകടകരമായ ചിന്തയുടെ തുടക്കമാണെന്നാര്? ഹബീബായ റസൂലുള്ളാഹി. ഖുർആൻ വേണ്ടെന്നല്ല, ഖുർആൻ പഠിക്കണം, പഠിപ്പിക്കണം. ഖുർആൻ തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന തത്വവും. അത് തന്നെയാണ് ഖുർആനാണ് നമ്മുടെ മുഖമുദ്ര. പക്ഷേ പുണ്യനബി പറയുകയാണ്, ദുഷ്ടലാക്കുള്ള ആളുകളുടെയും മുഖമുദ്ര ഇതുതന്നെയായിരിക്കും. അവരും മുഴുവനും മുന്നോട്ടെടുത്തിടുന്നത് വിശുദ്ധ ഖുർആനാവും. മുമ്പിൽ ഖുർആനെ വെച്ചുകൊണ്ടായിരിക്കും അവരുടെ കളിയെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ ഖുർആനിന്റെ സേവകരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഖുർആൻ മതി, ഖുർആൻ മതി, ഖുർആൻ മതി എന്ന വാദവുമായി ചില ആളുകൾ രംഗത്ത് വരും. ആ രംഗവാദം ഏറെ അപകടകരമാ. മാത്രമല്ലാതെ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോട് ചേർന്നുള്ള കാലഘട്ടത്തിന്റെ സ്വഭാവമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. റസൂലുള്ള പറയാ, ഖുർആൻ മാത്രമല്ല അല്ലാഹു എനിക്ക് നൽകിയത്, ഖുർആൻ പോലത്തെ വേറെ വിജ്ഞാനീയങ്ങളും ഹദീസും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം ദീനിന്റെ ഭാഗമാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഇനി കേട്ടോളൂ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, എല്ലാ രംഗവും റസൂലുള്ള വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാലഘട്ടത്തിൽ കടന്നു വരുന്ന പ്രബോധകരായ മതപ്രബോധകരായ ആളുകളുടെ സ്വഭാവം എങ്ങനെയാവും? ആ കാലഘട്ടത്തിലെ മതപ്രബോധകന്മാരുടെ സ്വഭാവം റസൂലുള്ള പറയുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു, യഅതി ഫീ ആഖിരിസ് സമാൻ, ലോകം അവസാനിക്കാറാകുമ്പോൾ രംഗത്ത് വരും ഖൗമുൻ, ചില വിഭാഗം ആളുകൾ, ഹുദഫാഉൽ അസ്നാൻ, അവർ ചെറുപ്പക്കാരായിരിക്കും. അല്ലോ ശ്രദ്ധിക്കണേ, ചെറുപ്പക്കാരായ ചില ആളുകൾ രംഗത്ത് വരും. സുഫഹാഉൽ അഹ്ലാം, ബുദ്ധിഹീനരായിരിക്കും അവർ. യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ അവർ എടുത്തുദ്ധരിച്ചുകൊണ്ടിരിക്കും. എന്നാലോ യംറുഖൂന മിനൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കമാ യംറുഖു സഹ്മ മിനർ റമിയ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തേക്ക് തെറിച്ചു പോകുന്ന പോലെ അവർ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. അവർ വിശുദ്ധ ഇസ്ലാമിന്റെ അകത്തളത്തിൽ അവരുണ്ടാവുകയില്ല. അവരുടെ വിശ്വാസം അവരുടെ ഖണ്ഡങ്ങളിൽ നിന്ന് താഴോട്ട് ഇറങ്ങില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പുണ്യ നബി പറയുകയാണ്, അവർക്ക് സംഭവിക്കുന്ന അപജയം എവിടെയാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ അവർ റസൂലുള്ളാഹിന്റെ വാക്കെടുത്ത് ഉദ്ധരിക്കുന്നുവെന്നല്ലാതെ അവർ പറയുന്നതൊന്നും ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ അകത്തളത്തിൽ പെടുന്ന കാര്യവുമാവുകയില്ല. അങ്ങനെയുള്ള ചില ചെറുപ്പക്കാരായ പ്രബോധകന്മാർ രംഗത്ത് വരുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണി, പൂർവിക പണ്ഡിതന്മാരൊന്നും പറഞ്ഞത് അംഗീകരിക്കാതെ സ്വന്തം അഭിപ്രായം പറഞ്ഞപ്പോഴല്ലേ ആദ്യം 2 പിന്നെ 4 പിന്നെ 8 പിന്നെ ഇപ്പൊ എത്ര ആയെന്ന് അറിയില്ല. എന്താ കാരണം?
പൂർവികന്മാർ പറഞ്ഞതിൽ നിന്നൊക്കെ, അവർ പറഞ്ഞ വഴികളിൽ നിന്നൊക്കെ മാറി സ്വന്തം അഭിപ്രായം വിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾക്കും ഹദീസിനും ഖുർആനും നൽകാൻ തുടങ്ങിയപ്പോൾ അനന്തമായ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ആളുകളുടെ വിശ്വാസ വൈകൃതങ്ങളിൽ വന്നകപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി പെരുമാറാകട്ടെ. പുണ്യനബി പറയാം, ഇങ്ങനെയുള്ള ചില ചിന്താഗതികൾ ആ സമയത്ത് രംഗത്തു വരും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ കാലഘട്ടത്തിലെ മതപ്രബോധകന്മാർ നടത്തുന്ന പ്രബോധനം പൂർണ്ണമായും ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് അകന്നതായിരിക്കും. ഇസ്ലാമുമായതിന് യാതൊരു പുലബന്ധം പോലും ഉണ്ടാവുകയില്ല. അവർ പറയുന്നത് ഇസ്ലാമാകും, പക്ഷേ ഇസ്ലാമുമായി ബന്ധമുണ്ടാവുകയില്ല. ശരിയല്ലേ? നമ്മൾ പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചു പോവാൻ, ഇസ്ലാം അവിടെയുള്ളതാണ്. അങ്ങനെയാണ്, ഇസ്ലാം അവിടെയാണുള്ളത്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, സത്യം അവിടെയാണ്. സത്യത്തിൽ സത്യം അവിടെയില്ല, സത്യമില്ല തന്നെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറയുന്നു, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയാണ്, മറ്റൊരടയാളം റസൂലുള്ളാഹി പറയുന്നു, കാര്യങ്ങളൊക്കെ അനർഹരായ ആളുകളുടെ കൈകളിൽ ആ കാലത്ത് എത്തിച്ചേരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടു മുമ്പുള്ള സ്വഭാവം. ആ കാലഘട്ടത്തിൽ കാര്യം കൈകാര്യം ചെയ്യുന്നതൊക്കെ കൈകാര്യം ചെയ്യാൻ അർഹരായ ആളുകളായിരിക്കുകയില്ല, അനർഹരായ ആളുകളായിരിക്കും. പൊന്നുനബി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസ്, അല്ലാഹുവിന്റെ ഹബീബരിക സ്വഹാബികളോട് എങ്ങനെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ജാഅറാബിയൻ, പെട്ടെന്നൊരു ആറാബി ഇങ്ങോട്ട് കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മത്തസാഅതു യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഖിയാമത്ത് നാളെപ്പോഴാന്ന് ചോദിച്ചു. ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ ദുയ്യതിൽ അമാന, അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഫന്തളിരിസാ, നീ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. വിശ്വസ്തതയില്ലാതെയായാൽ. ഖാല, ഉടനെ അറാബി ചോദിച്ചു, കൈഫലാത്തുഹാ, അമാനത്തില്ലാതെയായി പോകൽ എങ്ങനെയാണ് നബിയേ, അത് നഷ്ടപ്പെട്ടു പോകൽ എങ്ങനെയാണ് നബിയേ? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ വസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസാ, കാര്യങ്ങൾ അനർഹരായ ആളുകളുടെ കൈകളിൽ എത്തിച്ചേർന്നാൽ ഫന്തളിരിസാ, നീ ഖിയാമത്തിനാണ് പ്രതീക്ഷിച്ചോ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ അനർഹരായ ആളുകളുടെ കൈകളിൽ എത്തിച്ചേരുക അല്ലേ? അങ്ങനത്തെ ഒരു കാലമാണല്ലോ. ഒരിക്കലും നേതൃസ്ഥാനം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടവരല്ല പെണ്ണ്. പുണ്യനബി അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സമൂഹം പെണ്ണിനെ തങ്ങളുടെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചോ ആ സമൂഹം പരാജയപ്പെട്ടു എന്നാ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ. ഈ തൊട്ടടുത്തുള്ള ദിവസത്തെ പ്രഖ്യാപനം പോലും എന്താ? ഈ തൊട്ടടുത്ത ദിവസത്തെ പ്രഖ്യാപനം പോലും സ്ത്രീ സംവരണം രാജ്യമൊട്ടാകെ നടപ്പാക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന. എന്താണ് ഈ സ്ത്രീ സംവരണം? ഏത് വിഷയത്തിലെ സ്ത്രീ സംവരണം? ഭരണരംഗത്തുള്ള സ്ത്രീ സംവരണം. ഭരണരംഗത്തുള്ള സ്ത്രീ സംവരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും ഭരണസംബന്ധമായ കാര്യത്തിൽ എന്തുകൊണ്ട് വീഴ്ച വരുത്തി എന്നൊരു പെണ്ണിനോട് ചോദിക്കില്ല. ഒരു പഞ്ചായത്തിലെ മെമ്പർ കസേര എന്തുകൊണ്ട് ഒഴിഞ്ഞുകടന്നു എന്ന് പെണ്ണിനോട് ചോദ്യമില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങൾ ആലോചിക്കും, പല സ്ഥലങ്ങളിലും ഓരോ നാടിന്റെയും വളരെ നിർണായകമായ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതും ഭരണം നടത്തുന്നതും ആരാണ്? പെണ്ണാണ്. പുണ്യനബി പറയാ, അനർഹരായ പെണ്ണിനെ ഭരണത്തിന് പറ്റുന്ന ആളല്ല പെണ്ണ്. പെണ്ണിന്റെ കയ്യിൽ ഭരണമേറ്റെടുക്കേറ്റെത്തിച്ചേരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് സർവനാശവുമുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിഷയത്തിലായാലും ആ വിഷയം കൈകാര്യം ചെയ്യേണ്ട ആളല്ലാതെ ആ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ആ കാലം നാശത്തിന്റെ കാലമാണ്. അങ്ങനെയുള്ളൊരു കാലമായിരിക്കും ഇമാമുനൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിനോട് ചേർന്ന കാലമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല റസൂലുള്ളാഹി പറയുന്നു, ശ്രദ്ധിക്കണം, അടുത്തൊരു ഹദീസ്
നല്ലപോലെ ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിന്റെ സ്വഭാവം റസൂലുള്ള പറയുകയാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു, യൂശികു യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം അടുത്തു വരാനായിട്ടുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു, ആ കാലഘട്ടത്തിൽ ഇസ്ലാം പേരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു, ഇസ്ലാം പേരിൽ മാത്രമേ ഉണ്ടാകൂ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു, പരിശുദ്ധമായ ഖുർആൻ രൂപത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മസാജിദുഹും ആമിറ, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ, ആ കാലഘട്ടത്തിലെ പള്ളികൾ മുഴുവൻ ഗംഭീരമായ പള്ളികളാകും. എന്നാൽ വഹിയ ഖറാബുൻ മിനൽ ഹുദാ, ആ പള്ളികളിലൊന്നും സന്മാർഗത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വലിയ വലിയ പള്ളികൾ ഉയർന്നു വരും, വലിയ വലിയ പള്ളികൾ ഉയർന്നു വരുമെന്നാൽ വലിയ ഖറാബുൻ മിനൽ ഹുദാ, ആ പള്ളികളിലൊന്നും ഹിദായത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവുകയില്ല. മഹാനായ റസൂലുള്ള എന്നിട്ട് പറയുകയാണ്, ഉലമാഉഹും, കേൾക്കണമെന്റെ പ്രിയമുള്ള സഹോദര, ഉലമാഉഹും, എല്ലാ മേഖലയും റസൂലുള്ള ചർച്ച ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ വിശ്വാസം എങ്ങനെയാവും, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സ്വഭാവം എങ്ങനെയാവും, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അധിക ആളുകളും തഖ്വയില്ലാത്ത മുത്തഖിയില്ലാത്ത മനുഷ്യരാവും. എല്ലാ രംഗവും വിശദീകരിച്ച പുണ്യനബി പറയുകയാണ്, ആ കാലഘട്ടത്തിൽ ഇസ്ലാം പേരിലേ ഉണ്ടാകും, വിശുദ്ധ ഖുർആൻ രൂപത്തിലേ ഉണ്ടാകും, പരിശുദ്ധമായ ഖുർആൻ രൂപത്തിലേ ഉണ്ടാകും. ആ കാലഘട്ടത്തിലെ ആളുകളുടെ പള്ളികൾ ഗംഭീരമായ പള്ളികളാകുമെന്നാൽ വഹിയ ഖറാബുൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ ഒരു കണിക പോലും ആ പള്ളിയിൽ ഉണ്ടാവുകയില്ല. പുണ്യനബി വീണ്ടും പറയുകയാണ്, ഉലമാഉഹും, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ തമ്മാടികളാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. വളരെ ഗൗരവമുള്ള വിഷയം. ഉലമാഉഹും, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ തമ്മാടികളാവും. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ. എന്നിട്ടോ മിന്നന്തിഹിം തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്നായിരിക്കും നാശത്തിന്റെ തുടക്കം. വഫീഹിം ആ നാശം അവരിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയും ചെയ്യുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. സമൂഹത്തിൽ നാശമുണ്ടാക്കുക അവർ തന്നെയാവും. ആ നാശത്തിന്റെ ഭവിഷ്യത്തും അവർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫിത്നയുടെ തുടക്കക്കാർ അവരാവും. വല്ലാത്ത വർത്തമാനം ഈ കാലം തന്നെയല്ലേ അത്. ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോട് ചേർന്ന കാലഘട്ടത്തിന്റെ ചില സ്വഭാവം അലിമിങ്ങൾ ഹദീസ് വെച്ച് അക്ഷരം പ്രതി എണ്ണുകയാണ്. ഓരോന്നെടുത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഹദീസ് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, നീ കേട്ടോളൂട്ട്, ആ കാലഘട്ടത്തിലെ ജനങ്ങളെക്കുറിച്ച് റസൂലുള്ള പറയാം. ആ കാലഘട്ടത്തിലെ ജനങ്ങളെക്കുറിച്ച് നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു ഖാല റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലൂ, ഖാല റസൂലുള്ളാഹി, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാനൊന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. ഉദ്ഘാടന ദിവസമായതുകൊണ്ട് എല്ലാം ഉദ്ഘാടന ദിവസമായതുകൊണ്ട് എല്ലാം ഉദ്ഘാടനം. നാളെ നമുക്ക് നേരത്തെ തുടങ്ങണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നാളെ നേരത്തെ. ഇന്നൊരു തണുപ്പെല്ലാവർക്കും ഇന്നലെ സമ്മേളനം കഴിഞ്ഞതുകൊണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണം. ഇന്നലെ സമ്മേളനം കഴിഞ്ഞൊരു ആവേശം കഴിഞ്ഞാലല്ല, പിന്നെ ഒരു നാളിക്കത്തിയാൽ പിന്നെയും ചിലപ്പോൾ ഒന്ന് ആളിക്കത്തുമായിരിക്കും. അപ്പോൾ സമ്മേളനത്തിന്റെ സമാപന ദിവസമൊക്കെ ഇൻഷാ അല്ലാഹ് ഉഷാറായിക്കോളും. അല്ലാഹു ഖൈറാക്കി തരട്ടെ. പിന്നെ നമ്മളും വയല് പറയാൻ നല്ല മനുഷ്യന്മാരെ കൊടുത്താലല്ലേ നല്ല മനുഷ്യന്മാരുണ്ടാവുള്ളൂ കേൾക്കാൻ. വയല് പറയാനും നല്ല ആൾക്കാരെ കൊണ്ടുവരണ്ടേ. ഇപ്പോഴല്ലേ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ, തൊയ്യബ് പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. മുപ്പര മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്
നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വലിയ ത്യാഗം ചെയ്യുന്നത്, വലിയ ത്യാഗമാണ് അവർ ചെയ്യുന്നത്. അവർ ജോലിക്കിടയിലും നന്മ ശവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് അവരുടെ ജോലികളിലും കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ കാലം തന്നെയല്ലേ പുണ്യനബി ഈ റസൂലുള്ള ഈ നമുക്ക് പറഞ്ഞു തരുന്ന കാലഘട്ടം നമ്മുടെ കാലഘട്ടം തന്നെയല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ രീതി, ജീവിക്കുന്ന കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇമാം മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂസികുൽ ഉമമ്മൻ തദാ അലൈക്കും കമാ തദാൽ അകലതു ഇലാ ഖസ്അതിഹാ. ആ കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ തളികയുടെ ചുറ്റുമിരിക്കുന്ന ആളുകൾ പോലെയാണ്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണ തളികയിലേക്ക് കൈ കാണിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയാനായി എല്ലാ സമൂഹവും എന്റെ ഉമ്മത്തിന് നേരെ തിരിയുന്ന കാലമാകുമത്. ശരിയാണോ? അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ ആലിമീങ്ങൾ ഈ ഹദീസ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടുമുമ്പുള്ള സ്വഭാവം എണ്ണുന്ന സ്ഥലത്ത് ഈ ഹദീസുകൾ എടുത്ത് ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, തന്റെ ഉമ്മത്തിന് നേരെ ലോകത്തെ എല്ലാ വിഭാഗം ആളുകളും എന്റെ സമുദായത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന കാലമാകുമത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോൾ ഫഖാല ഖായിലുൻ, ഒരു സ്വഹാബി ചോദിച്ചു, അവമിൻ ഖല്ലത്തിൻ നഹ്നു യൗമഇദി യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണ് നബിയേ അങ്ങനെ സംഭവിക്കുന്നത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖാല ഇല്ലാ, ഒരിക്കലുമല്ല, ബൽ അൻതും കസീർ, അന്ന് നിങ്ങൾ എണ്ണത്തിൽ എത്രയോ കൂടുതലുണ്ടാകും. വലാകിന്നകും പക്ഷേ നിങ്ങൾ അന്ന് മലപ്പാച്ചിൽ വെള്ളത്തിലുള്ള ചണ്ടികളെ പോലെ ചണ്ടികളായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയം അല്ലാഹു ഊരിയെടുക്കുന്നതാണ്. നിങ്ങളുടെ കൽബിൽ അല്ലാഹു വഹനെറിഞ്ഞു തരികയും ചെയ്യുന്നതാണ്. കാലകായിലൊരു സ്വഹാബി ചോദിച്ചു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് അല്ലാഹുവിന്റെ ഹബീബേ വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല, റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾക്ക് ദുനിയാവിനോട് വല്ലാത്ത പ്രേമവും മരണത്തോട് നിങ്ങൾക്ക് വെറുപ്പും തോന്നുന്ന കാലമാകുമത്. എന്റെ ഉമ്മത്തെ, നിങ്ങൾക്ക് ദുനിയാവിനോട് സ്നേഹവും മരണത്തോട് വെറുപ്പും നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ കൽബിലേക്ക് അല്ലാഹു തൊട്ടു തരും. നിങ്ങളുടെ ശത്രുക്കളുടെ കൽബിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലാഹു എടുത്തുകളയും. ആ സമയത്ത് അവർ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ നശിപ്പിക്കാനായി ഒരുമിച്ച് ചേരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണോ? നിങ്ങൾ ആലോചിച്ചു, ഒരു ഇസ്ലാമിക രാജ്യത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഓരോ ഇസ്ലാമിക രാജ്യത്തിന്റെ മേലിലും ആക്ഷേപിച്ച് ലോകത്തെ എല്ലാ ശക്തികളെയും ആ ഇസ്ലാമിക രാജ്യത്തിന് നേരെ, ആ ഇസ്ലാമിക രാജ്യത്തിനെതിരെ നിർത്തിയിട്ട് ഇസ്ലാമിക രാജ്യങ്ങളെ അടിച്ചൊടുക്കുന്ന സമ്പ്രദായം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വ്യാഖ്യാനത്തിലല്ലെങ്കിൽ പിന്നെ ഏതു കാലഘട്ടത്തിലാണത്? അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ ശത്രുക്കളല്ല, എല്ലാ വൻശക്തികളും ഒരുമിച്ച് കൂടുന്ന കാലം. ഹബീബായ നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിന്റെ അവസ്ഥയാണ്. റസൂലുള്ള പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയണമെന്നിട്ട് ആ കാലഘട്ടത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅതി അന്നാസി സമാനുൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി ഖൽഖാബിൽ ജമർ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ആ കാലഘട്ടത്തിൽ മതമനുസരിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ തീക്കണൽ പിടിക്കുന്ന ആളെ പോലെയാവും. ഒരു തീക്കണൽ പിടിക്കാൻ എത്ര പ്രയാസമാണോ അത്ര പ്രയാസമായിരിക്കും ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം തന്നെയല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ചു.
അങ്ങനത്തെ ഒരു കാലം തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് ചിന്തിച്ചു നോക്ക്. ഈ കാലഘട്ടത്തിലെ വലിയ മുത്തക്കി എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കും, സിനിമ കാണും. എന്നിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് നടന്നിങ്ങനെ പോരാ, ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ. അപ്പൊ ഏതൊരു സുഹൃത്ത് എപ്പോഴോ എവിടുന്നോ കണ്ട ഒരാൾ കൂടെ കൂടി അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് ഇങ്ങനെ പോരുമ്പോ കോഴിക്കോട് ആ നടന്നു വരുന്ന വഴിക്കുണ്ട് എന്നോട് പറഞ്ഞു, ഈ സിനിമകൾ പൊളിക്കാൻ പോവാൻ തന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ സിനിമകളൊക്കെ എമ്പാടും പൊളിച്ചുപോയി. സിനിമ കാണലൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ ആളുകളാരും സിനിമ കാണാനൊന്നും പോകുന്നില്ല. സിനിമാ തിയേറ്ററുകളൊക്കെ വമ്പൻ നഷ്ടത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സിനിമാ തിയേറ്ററുകളെ നഷ്ടത്തിലായിട്ടുള്ളൂ. സിനിമാ തിയേറ്ററുകളിലേക്ക് ആളുകൾ സിനിമ കാണാൻ പോവാത്തതുള്ളൂ. പക്ഷേ പണ്ടത്തെക്കാൾ ഏറെ ആളുകൾ സിനിമ കാണുന്ന കാലമാണിത്. എന്താ? ഓരോ ആളുകളുടെയും വീടിന്റെ സെന്റർ ഹാളുകൾ സിനിമ തിയേറ്ററുകളാണ്. ഓരോ ആളുകളുടെയും വീടിന്റെ സെന്റർ ഹാളുകൾ സിനിമാ തിയേറ്ററുകളാണ്. പണ്ട് ഒരു നാട്ടിൽ ഒരു സ്ഥലത്തെ സിനിമാ തിയേറ്റർ ഉണ്ടാവുള്ളൂ. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കാണുന്ന തിയേറ്റർ ആ പെരുവാലില്ലേ, പിന്നെ പൂവട്ടർമാട് കഴിഞ്ഞിട്ട് എന്താണ് പറയല്, കല്ലേരി നടക്കുന്നതിന് മുമ്പുണ്ട് ഒരു തിയേറ്റർ. പണ്ടേ ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് കാണുന്ന തിയേറ്റർ അതാണ്. അന്നൊക്കെ ഭയങ്കര ജനത്തിരക്ക്. അപ്പൊ ആരുമില്ലേ കാണാൻ തന്നെ. നമ്മൾ കരുതും ആൾക്കാരൊക്കെ നന്നായി. ആൾക്കാരെ നന്നായതല്ല. പണ്ട് ഒരു നാട്ടിൽ വിളിച്ചില്ലേ, പണ്ട് ഒരു നാടും ശ്രദ്ധിച്ചിട്ടില്ല. പണ്ട് ഒരു നാട്ടിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാകുക. ഇന്ന് ഒരു നാട്ടിൽ ഒരു 95% വീടുകളും സിനിമാ തിയേറ്ററുകളാണ്. മാത്രമല്ല ചില വലിയ വലിയ വീടുകളിൽ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേക റൂമുണ്ടാവും. ഇതൊക്കെ സെറ്റ് ചെയ്ത റൂമിന്റെ പേര് തന്നെ ഹോം തിയേറ്റർ എന്നാണ്. ഹോം തിയേറ്റർ. ഈ തിയേറ്ററിൽ കിടന്നിട്ടാ വാപ്പ മരിച്ചാൽ മയ്യത്ത് കിടക്കല എവിടെ? ഈ തിയേറ്ററിലാണ്. ഏത് തിയേറ്ററിൽ? മീരാ ജാസ്മിൻ കയറി വന്ന ഈ തിയേറ്ററിലാണ് വാപ്പാന്റെ മയ്യത്ത് കിടത്തുന്നത്. ആ വീട്ടിലും ആ തിയേറ്ററിലും ബദരീങ്ങളില്ലല്ലോ. ബദരീങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുപോയി. ബദർ മൗലിദില്ല, നഫീസത്തുമാരില്ല, അതൊന്നുമില്ല. പണ്ട് ഇവരെയൊക്കെ മധു പറഞ്ഞിരുന്ന സ്ഥലത്താ വാപ്പാന്റെ മയ്യത്ത് കിടത്തുക. ഇപ്പോ ലോകത്തെ ഏറ്റവും മഹത്തമ്മാടികൾ കയറി വരുന്ന റൂമിലാണ് വാപ്പാന്റെ മയ്യത്ത് കിടത്തുക. മലക്കുകൾ എങ്ങനെ കയറി വരാൻ എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പുണ്യനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെയായിരിക്കും ആ കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ സ്വഭാവം. പിന്നെ ബാക്കി നാളെ പറയും. പിന്നെയോ ബാക്കി നമ്മൾ നാളെ പറയും. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടു മുമ്പുള്ള സ്വഭാവങ്ങൾ ഇനി നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള ഓരോ റമദാനും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ താഴത്തേക്ക് മാത്രം നോക്കിയാൽ പോരാ, മുകളിലേക്ക് നോക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാവിലെ ചില സ്ഥലത്ത് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെയായി പ്രത്യക്ഷപ്പെടുന്ന ചില നക്ഷത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പണ്ട് നമ്മൾ ചെറുതായി കണ്ടിരുന്ന പലതും ഇന്ന് വലുതായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ആകാശങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി, പുണ്യനബി ലോകാവസാനത്തോടനുബന്ധിച്ച് ശ്രദ്ധിക്കാനായി നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? നാളെ നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ഈ വഅലിന്റെ ഉദ്ഘാടനമെന്നോണം ഒരു ചെറിയ രീതിയിൽ ഈ വിഷയം പറഞ്ഞു നമ്മൾ ദുആ ചെയ്യുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് വിശദമായ ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. എല്ലാ ആളുകളും നിങ്ങൾ പരമാവധി ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ യമാനിയുടെ ഈ സമ്മേളനം വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തെരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റെന്ന് അടുത്തേക്ക് വരുന്ന ദുആ ചെയ്ത് പിരിഞ്ഞു പോവുകയാണ്. എല്ലാവരും അടുത്തേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. മാത്രമല്ല ഈ സ്ഥാപനത്തിനെ നെഞ്ചിലേറ്റി ഈ സ്ഥാപനത്തെ വളർത്തേണ്ടത് ഈ സ്ഥാപനം നിലകൊള്ളുന്ന നാടിന്റെ ബാധ്യത കൂടെയാണ് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അങ്ങനെയാണ്. പലപ്പോഴും പല നാട്ടിലും സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മെഴുകുതിരി പോലെയാണ്. മെഴുകുതിരി ശ്രദ്ധിക്കണം. മെഴുകുതിരി ശ്രദ്ധിക്കണം. എന്താ മെഴുകുതിരിന്റെ പ്രത്യേകത? കത്തും, ഉരുകിപ്പോവും. മെഴുകുതിരിക്ക് വെളിച്ചം കിട്ടില്ല. മെഴുകുതിരിന്റെ തൊട്ട് ചുവട്ടിൽ ശ്രദ്ധിച്ചു നോക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ആ കാൽമേൽ എത്ര ലൈറ്റ് ഉണ്ട്? 4-5 ലൈറ്റ് ഉണ്ട്. എനിക്ക് എന്റെ കണ്ണ് ഇങ്ങനെ നോക്കാൻ പോലും കഴിയില്ല പ്രകാശം കൊണ്ട്. എന്നാ അതിന്റെ നേരെ ചുട്ടു നോക്കിയാണെങ്കിൽ ഇരുട്ടാണ്.
അതിന്റെ നേരെ ചുവട്ടിലിട്ടാണ് അവിടെ വിളിച്ചേയില്ല. ദൂരത്ത് നിൽക്കുന്ന ആൾക്ക് പ്രകാശം കൊണ്ട് കണ്ണ് ശരിക്ക് തുറന്നു നോക്കാൻ പോലും കഴിയുന്നില്ല. ഇതേപോലെ ആവരുത്. വെളിച്ചം ആദ്യം ലഭിക്കേണ്ടത് ഇത് നിലകൊള്ളുന്ന നാടിലാവണം. അപ്പൊ ഹൃദയം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസ്ഥാനങ്ങളെ, ഇൽമിനെ ഏറ്റെടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനത്തെ അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാകട്ടെ. ഇത് വലിയൊരു ദൗത്യം നിർവഹിക്കുകയാണ്. വലിയൊരു ദൗത്യം. വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കാവൽക്കാരായ ആലിമീങ്ങളെ വാർത്തെടുക്കുക എന്ന ദൗത്യമാണ്. ഇതിൽ പങ്കുകൊള്ളാൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയ സൗഭാഗ്യമില്ല. പുണ്യനബി പറഞ്ഞെന്താ അറിയോ? കുൻ ആലിമൻ, ഒന്നുകിൽ നീ പണ്ഡിതനാവണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഇൽമു പഠിക്കണം, ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ, അല്ലെങ്കിൽ നീ, പുണ്യനബി പറയാം, ഒന്നുകിൽ നീ ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമൻ, പഠിക്കുന്ന ആളാവണം, ഔ മുസ്തമിയൻ, പഠിക്കില്ലേ, പഠിക്കാൻ നിനക്ക് കഴിയില്ലേ, മുസ്തമിയൻ, കേൾക്കുന്ന ആളാവണം. ഔ വലിയ ഗുണ. ചില ആൾക്കാരൊക്കെ പറയാം, എന്താപ്പാണ് പോയിരുന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അതാണ് ഇപ്പൊ പറഞ്ഞേ, മനസ്സിലാവണമെന്നില്ല. മുസ്തമിയൻ, നീ കേൾക്കുന്ന ആളാവണം, അതിനുണ്ടൊരു പുണ്യം. അതിനും നിനക്ക് കഴിയില്ലേ, ഔ മുഹിബ്ബൻ, നീ സ്നേഹിക്കുന്ന ആളാവണം. 4 പുണ്യനബി എന്നിട്ട് പറയാം, വലാ തകുൻ ഖാമിസ, ഇത് 4 ഏതെങ്കിലും ഒന്നിൽ പെടാത്തവൻ നീയാവരുത്, 5-ാമൻ നീയാവരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ 4 ഏതെങ്കിലും ഒന്നിൽ നീ അംഗത്തെടുക്കണം എന്നാണ്. അത് ഏറ്റവും നല്ല അംഗത്താണ് ആലിമാവുക എന്ന അംഗത്വം. നമ്മൾ വളർത്തുന്ന മക്കളെ മുഴുവൻ ദീനിന്റെ പ്രകാശ ഗോപുരങ്ങളായി അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു ദീനിന്റെ പ്രകാശ ഗോപുരങ്ങളായി ഉണ്ടാവും. ഇതിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒന്നുണ്ടാവും. സംസുലമ എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിലും സംസുലമ ഉണ്ടാവില്ല. ഒരു കാലഘട്ടത്തിൽ ഒന്നാണ്, ഒരു കാലഘട്ടത്തിന് ഒരു കുത്തുബാണ്, അതുണ്ടാവും. കാരണം ഈ സ്ഥാപനം, ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നത് ഈ സ്ഥാപനത്തിന് നമ്മൾ ആരുടെ പേരിട്ടോ ആ മഹാന്റെ താല്പര്യമാണ്. ഉമർ ഹാജിയുടെ അദ്ദേഹത്തിന്റെ അവരുടെ മഹാനായ സംസുലമയുടെ മകളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് സംസുലമയുടെ പുതിയാപ്പിളയാണ് പറഞ്ഞത്, അവിടെ വീട്ടിലിരുന്നിട്ടാണ് പറഞ്ഞത്, ഇവിടെ നമുക്കൊരു സ്ഥാപനം വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞതിന്റെ നേരെയാണ് ഈ സ്ഥാപനം ഉള്ളത് എന്നോട് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറമാ ലാ യറാഹുൻ നാദിറൂന, ആ മഹാന്മാർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചയിലൊക്കെ നമ്മൾ കാണാത്ത പലതും ഉണ്ടാവും. നമ്മൾ കാണാത്ത പലതും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചതമ്പുരാൻ ഈ സ്ഥാപനത്തെ ഉയർത്തുമാറാകട്ടെ. നന്ദി ദാറുൽസലാമിന് തറക്കല്ലിടുന്ന സമയത്താണ് സത്യത്തിൽ ആ തറക്കല്ല് വീഴേണ്ടിയിരുന്നത് ഇന്ന് മേൽപ്പാലം പോയ സ്ഥലത്ത് കൂടെയായിരുന്നു. ഇന്ന് റെയിൽവേ ഗേറ്റ് ഒഴിവാക്കിയിട്ടൊരു മേൽപ്പാലം വന്നിട്ടില്ലേ, അവിടെയാണ് തറക്കല്ലിടാൻ പോയത്. അപ്പോഴാണ് ആ മഹാൻ പറഞ്ഞത്, ഇവിടെ വേണ്ട, മറു സൈഡിലിടാം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്ത് എന്ന് അറിയാൻ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആരിഫീങ്ങളുടെ കൽബിന് ഒരു കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ട് നോക്കുന്നതൊന്നും പിഴച്ചു പോകില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച റബ്ബ് ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഈ സ്ഥാപനത്തെ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലൂ. ഒരു ചെറിയ ദുആ നടത്തിയിട്ട് നമ്മൾ പിരിഞ്ഞു പോകും. അലർജിക്ക് ശമനം ലഭിക്കാൻ വേണ്ടിയും കിട്ടുന്ന വരുമാനത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയും ഉപ്പക്ക് വന്നു മാറിയ രോഗം ഇനിയൊരിക്കലും വരാതിരിക്കാൻ വേണ്ടിയും 2000 ഉറുപ്പിക സംഭാവന, ഒരു വ്യക്തി ദുആ ചെയ്യാൻ 500 ഉറുപ്പിക സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല അലർജി രോഗം പരിപ്പെട്ട് വിഷമിക്കുന്ന സഹോദരൻ അല്ലാഹു രോഗശമനം നൽകുമാറാകട്ടെ. ആമീൻ. ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെ മാറിയ രോഗം അല്ലാഹുവേ വീണ്ടും അവർക്ക് തിരിച്ചു നൽകി നീ അവരെ പരീക്ഷിക്കല്ല റബ്ബേ. അതേപോലെ നമ്മുടെ സംഘാടകരിൽപ്പെട്ടൊരു സഹോദരനാണ്, ഈ സ്ഥാപനവുമായ ഭേദ്യബന്ധമുള്ളൊരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരി അണ്ഡാശയത്തിൽ ക്യാൻസർ കാരണം പ്രയാസപ്പെടുകയാണ്. ഇതൊക്കെ ക്യാൻസറാണ്. ഇതൊക്കെ ഞാൻ ഇന്ന് തന്നെ കേട്ടു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാൾ വാപ്പായെ കൊണ്ടുപോയി ഓപ്പറേഷൻ, ഒരാഴ്ച മുമ്പ് ഓപ്പറേഷൻ ചെയ്തു, ക്യാൻസർ വന്നിട്ട്
ക്യാൻസർ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ആ തുന്നൽ ചെറിയ പഴുപ്പുണ്ടായിട്ട് രണ്ടാമത് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ വന്ന് തിരിച്ചു പോവാം. ഒളവട്ടൂരിലുള്ള ഒരാളാണ്. എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ മകനെ. നിസ്കാരം കഴിഞ്ഞിട്ട് മറിനിസ്കരിച്ച് കഴിഞ്ഞ് ഓട്ടോറിക്ഷയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചെന്ന് വാപ്പയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഓപ്പറേഷൻ, അസുഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ വാപ്പ അറിയില്ല എന്ന് തോന്നുന്നു. വാപ്പയോട് വേറെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം വാപ്പയോട് പറയാൻ പോലും മടി അവർക്ക്. അപ്പോ ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം ഓപ്പറേഷൻ ചെയ്ത് ആമാശയത്തിന്റെ ഒരു ഭാഗം തന്നെ മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. വാപ്പ അറിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് മകൻ ഒരാൾ മുസ്ലിയാരാ. അപ്പൊ എന്നോട് പറഞ്ഞു സർത്താൻ. ഞാൻ ചോദിച്ചു എന്താ അസുഖം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു സർത്താൻ. അപ്പൊ എനിക്ക് മനസ്സിലായി വാപ്പാക്ക് തിരിയാതിരിക്കാനാണ് പറഞ്ഞത്. ക്യാൻസർ എന്ന രോഗം വളരെ പടർന്നു പിടിക്കുന്ന ഒരു കാലം. പടച്ചോനെ ഞങ്ങളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏർപ്പേ. നാളെ എന്റെ അവസ്ഥ എന്ത് എന്ന് പറയാൻ കഴിയാത്ത കാലമാണ്. നാളെ എന്റെ അവസ്ഥ എന്ത് എന്ന് പറയാൻ പറ്റുന്നില്ല. നാളെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഗൾഫിൽ 2 ലക്ഷം ശമ്പളം വാങ്ങിയ ആളാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അയാളുടെ കണ്ണിന്റെ 2 കാഴ്ചയും നഷ്ടപ്പെട്ടു പോകുന്നത്. പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 2 കിഡ്നിയും പോയിട്ടുണ്ട്. 2 കിഡ്നിയും പോയിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴത് തിരിച്ചറിയുന്നത്. അദ്ദേഹം 1 കൊല്ലമേ ജീവിച്ചുള്ളൂ. 1 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ മയ്യിത്താവാണ്. ഒരു കുട്ടിയുടെ പിതാവാണ്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അല്ലാഹുവേ, അങ്ങനെയുള്ളൊരു വിധിയൊന്നും ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ വിധിയിൽ വല്ല മാരക രോഗത്തിന്റെയും അണുക്കൾ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിന്ന് നിർമാർജനം ചെയ്യണേ റബ്ബേ. മാരക രോഗങ്ങൾ ഞങ്ങൾക്ക് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിത്തരണേ റബ്ബേ.